Hello everyone and welcome back to another class on Consolidated Financial Statements of Advanced Accounting paper. So previous രണ്ട് ക്ലാസ്സസിൽ നമ്മൾ കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന്റെ തിയറി മനസ്സിലാക്കി എന്തൊക്കെയാണ് ഇതിൽ പ്രൊസീജിയർ അല്ലെങ്കിൽ റൂൾസ് ആയിട്ട് AS21 പറയുന്നത് ദാറ്റ് യു ഷുഡ് ഫോളോ വെൻ യു ഗെറ്റ് എ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ചാപ്റ്റർ എന്നുള്ളത് നമ്മളൊന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യണം വിച്ച് വിൽ ബി ജനറലി ആസ്ക്ഡ് to you during exams. So we will be taking up many smaller problems from the study material itself. കാരണം അതൊക്കെ നമ്മൾ പറഞ്ഞ പല കോൺസെപ്റ്റ്സിൻ്റെയും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഡിവിഡൻഡ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഗുഡ് വിൽ ക്യാപിറ്റൽ റിസർവ് ആസ് പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് കൺട്രോൾ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം, അങ്ങനെ ചെറിയ പ്രോബ്ലംസ് ആയിട്ട് വരാം. ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോബ്ലം ലൈക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, കൺസോളിഡേറ്റഡ് P&L വേണമെങ്കിലും വരാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ചെറിയ ടോപ്പിക്സിൻ്റെ ഒരു പ്രോബ്ലം വന്നാൽ ഹൗ ടു ഡീൽ വിത്ത് മേ ബി 3 or 4 മാർക്സിനൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് തന്നെയൊന്ന് നോക്കാൻ പോവുകയാണ്. So I have just quickly opened the study material from CA website. അപ്പോൾ അതിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ തിയറി പറഞ്ഞതിന് ശേഷം ഒരു രണ്ട് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് വായിച്ചിട്ട് we will see whether we can work it out. Example 1, it is in page number 10.15. I have taken May 2021 applicable ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലിൽ നിന്നാണ് ഇത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന് മുൻപുണ്ടായിരുന്ന എഡിഷനിലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെങ്കിൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മൈന്യൂട്ട് ഡിഫറൻസ് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ബട്ട് there wouldn't be any change. So let's begin from 10.15 page. Example 1. H Limited acquire 70% of equity shares of S Limited on 1/1/2011. On that date, paid up capital of S Limited was 10,000 equity shares of 10 each. Accumulated reserve balance was 1 lakh. H Limited paid 1,60,000 to acquire 70% interest in S Limited. Assets of S Limited were revalued on 1/1/2011. എന്താണ് റീവാല്യൂ ചെയ്തിരിക്കുന്നത്? അക്വയർ ചെയ്യുന്നതാണ്. അതായത് അക്വയർ ചെയ്യുന്ന സമയത്ത് റീവാലുവേഷൻ നടത്തി കഴിഞ്ഞിട്ടാണ് അക്വിസിഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ആൻഡ് റീവാലുവേഷൻ ലോസ് ഓഫ് 20,000 വാസ് അസർട്ടൈൻഡ്. ദ ബുക്ക് വാല്യൂ ഓഫ് ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ് ഇസ് കാൽക്കുലേറ്റഡ്. അപ്പം നമ്മളോട് ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നത് കോസ്റ്റ് ഓഫ് കൺട്രോൾ ആണ്. കാരണം ആ ഒരു തിയറിയിൽ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ടാണ് സ്പെസിഫിക്കലി ഒരു കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ് വിൽ ക്യാപിറ്റൽ റിസർവ് കണ്ടുപിടിക്കണം എന്ന് പറയാതെ ആ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. സോ വി വിൽ ടേക്ക് അപ്പ് ദിസ് എക്സാമ്പിൾ ആസ് എ ക്വസ്റ്റ്യൻ ആൻഡ് വർക്ക്ഔട്ട്. സോ എക്സാമ്പിൾ നമ്പർ 1. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ എങ്ങനെയാണ് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് കണ്ടുപിടിക്കുന്ന ഫോർമുല ആയിട്ട് പഠിച്ചത്. യു വിൽ ഹാവ് ടു കമ്പയർ ദ എമൗണ്ട് ദാറ്റ് ഹാസ് ബീൻ ഇൻവെസ്റ്റഡ് ബൈ ദ ഹോൾഡിംഗ് കമ്പനി ഇൻ സബ്സിഡിയറി കമ്പനി, അതിനെയും ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡിയറി കമ്പനിയുടെ നെറ്റ്വർത്ത് അല്ലെങ്കിൽ നെറ്റ് അസറ്റ്സിന്മേലുള്ള ഷെയറിനെയും കൂടെ കമ്പയർ ചെയ്യുക. ആ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിഫറൻസ് ക്യാൻ ബി ഐദർ ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്. പല കാര്യങ്ങളും ഇതിനോട് ലിങ്ക്ഡ് ആണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിങ്ക് എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ നീഡ് നോട്ട് ബി വാട്ട് ഇസ് ഡയറക്ട്ലി ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ. ആ ഇൻവെസ്റ്റ്മെന്റിൽ എന്താണ് ഒരു ചേഞ്ച് വരാൻ സാധ്യതയുള്ളത്. ദാറ്റ് വാസ് ഡിസ്കസ്ഡ് ആസ് 6th or important point under കൺസോളിഡേഷൻ പ്രൊസീജിയേഴ്സ്. ഡിവിഡൻറ്റിൻ്റെ കോൺസെപ്റ്റ്. ഡിവിഡൻറ്റിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു പ്രീ അക്വിസിഷൻ ഡിവിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹോൾഡിംഗ് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ പ്രീ അക്വിസിഷൻ ഡിവിഡൻറ്റ് പോർഷൻ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോസ്റ്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. ജസ്റ്റ് ലൈക്ക് AS13 നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ പഠിച്ചിട്ടുള്ളതുപോലെ തന്നെ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എഴുതുന്നത് ഇറ്റ്സ് നോട്ട് ദ എൻറ്റയർ എമൗണ്ട് ദാറ്റ് യു ഹാവ് പെയ്ഡ്, ദാറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ബൈ എനി പ്രീ അക്വിസിഷൻ ഡിവിഡൻറ്റ്. പ്രീ അക്വിസിഷൻ ഡിവിഡൻറ്റ് ഒന്നും ഇല്ലാത്തൊരു കേസ് ആണെങ്കിൽ ഒന്നും റെഡ്യൂസ് ചെയ്യാനില്ല, ഫുൾ എമൗണ്ട് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യും. ആൻഡ് സെക്കൻഡ് ഇസ് എസ് ലിമിറ്റഡ് അല്ലെങ്കിൽ സബ്സിഡിയറി കമ്പനിയുടെ നെറ്റ്വർത്ത് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. നെറ്റ്വർത്ത് കണ്ടുപിടിക്കാൻ രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. നെറ്റ്വർത്ത് ഒന്നെങ്കിൽ ഇക്വിറ്റി പ്ലസ് റിസർവ്സ് എന്നുള്ള രീതിയിൽ മുൻപോട്ട് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ നെറ്റ് അസറ്റ്സ് വെച്ചിട്ടും കണ്ടുപിടിക്കാം. രണ്ടും സെയിം ആണ്. കാരണം ഇതെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് അക്കൗണ്ടിങ് ഇക്വേഷനായ അസറ്റ്സ്
is equal to liability plus equity എന്ന് പറയുന്ന ആ ഒരു ബേസിക് അക്കൗണ്ടിങ് ഈക്വേഷനിൽ നിന്നാണ് ഇതെല്ലാം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ നെറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് അസറ്റ് മൈനസ് ലയബിലിറ്റി. സോ അസറ്റ് മൈനസ് ലയബിലിറ്റി അതിനെ ഒറ്റൊരു വാക്കായിട്ട് നമ്മൾ നെറ്റ് അസറ്റ്സ് പറഞ്ഞു. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഇക്വിറ്റി. ആൻഡ് വാട്ട് ഈസ് ഇക്വിറ്റി? അതിനൊരു പുതിയൊരു പേര് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് നെറ്റ്വർത്ത്. ഇക്വിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്ലസ് ഓൾ reserves ആയിരിക്കും. So either way you can find out the net asset or net worth of subsidiary company and then ensure that you compare with the percentage of holding of H Limited. Full net worth and net assets of S Limited അല്ലെങ്കിൽ subsidiary limited holding companyക്ക് ഉള്ളതാണോ? അല്ല. holding companyക്ക് ഉള്ളതാകാം fully 100% if fully owned subsidiary ആണെങ്കിൽ, അതായത് 100% ഷെയറും ആര് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്? ഹോൾഡിംഗ് കമ്പനി തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ. പക്ഷെ മജോറിറ്റി ഓഫ് ദ കേസസ് 100% ആയിരിക്കുകയല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുക ഹോൾഡിംഗ് കമ്പനിക്ക്, പകരം 50% മേലെയും 100 താഴെയും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ബാക്കി എമൗണ്ട് അല്ലെങ്കിൽ ബാക്കി പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിംഗ് ഇസ് ആക്ച്വലി കെപ്റ്റ് ബൈ സം അതർ പീപ്പിൾ അതർ ദാൻ ദിസ് ഹോൾഡിംഗ് കമ്പനി. മറ്റ് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ മറ്റ് കമ്പനികളോ ഒക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അവർക്കും ഈ നെറ്റ് അസറ്റ്സിന്മേൽ ഒരു അവകാശമുണ്ട്. കാരണം വൈൻഡിങ് അപ്പിന്റെ സമയത്ത് അവർക്കും അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ പകരമായിട്ട് കുറച്ചെങ്കിലും കാശ് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ല, തിരിച്ചു കിട്ടാൻ അവകാശമുള്ളവരുമാണ് അല്ലേ. സോ therefore you will consider only those portion of net worth which is actually acquired by the holding company. Full എടുക്കാൻ പാടില്ല. 100% അപ്ലൈ ചെയ്യാം if it's a wholly owned subsidiary. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോസ്റ്റ് ഓഫ് കൺട്രോളിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ബേസിസിൽ ലെറ്റ്സ് ട്രൈ ടു സീ വെദർ വി ക്യാൻ വർക്ക് ഔട്ട് ദിസ് എക്സാമ്പിൾ. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എച്ച് ലിമിറ്റഡ് ആണ് ഹോൾഡിംഗ് കമ്പനി, എസ് ലിമിറ്റഡ് സബ്സിഡിയറി കമ്പനി. അക്വിസിഷൻ നടക്കുന്നത് 70% അപ്പോൾ എന്തായാലും സബ്സിഡിയറി ഹോൾഡിംഗ് ആണ് എസ്റ്റാബ്ലിഷ് അന്നേ ദിവസം. അതായത് അക്വിസിഷന്റെ സമയത്താണ് നമ്മൾ ഈ ക്യാപിറ്റൽ ഒക്കെ ആയിട്ട് കമ്പാരിസൺ നടത്തുന്നത് അല്ലെ. അക്വിസിഷൻ നടക്കുന്ന അന്ന് ക്യാപിറ്റൽ എത്രയുണ്ട്? 10,000 ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each. അന്ന് തന്നെ അക്യുമുലേറ്റഡ് റിസർവ് ഉണ്ട്, ജനറൽ റിസർവ് ഒക്കെ ആവാം. അത് എത്രയുണ്ട്? 1,00,000. അതിനോടൊപ്പം എത്രയാണ് പേയ്മെന്റ് കൊടുത്ത് 70% ഇൻട്രസ്റ്റ് വാങ്ങിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ആൻഡ് ഓൾസോ വൺ മോർ പോയിന്റ് ഇസ് ഗിവൻ ദാറ്റ് അന്നേ ദിവസം ഒരു റീവാലുവേഷൻ നടത്തിയിട്ടാണ് ഈ അക്വിസിഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് റീവാലുവേഷൻ വഴി ഒരു റീവാലുവേഷൻ റിസർവ് പ്രോഫിറ്റ് ഓർ ലോസും കൂടെ ജനറേറ്റ് ആവും അല്ലേ. അതിലും ആർക്ക് അവകാശമുണ്ട്? എച്ച് ലിമിറ്റഡ് ഉണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾ പ്രീ അക്വിസിഷൻ. അക്വിസിഷന്റെ ഡേറ്റിൽ ഇതെല്ലാം ഓൾറെഡി ബുക്സിൽ ഉണ്ടായിരുന്നു. റീവാലുവേഷൻ ലോസ് ബുക്സിൽ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ കാണില്ല. പക്ഷെ അക്വിസിഷൻ നടക്കുന്ന ട്രാൻസാക്ഷന് തൊട്ട് മുൻപ് ഈ റീവാലുവേഷൻ ചെയ്ത് ലോസ് ഓഫ് പ്രോഫിറ്റോ കണ്ടുപിടിച്ച് കാണും. സോ വി ക്യാൻ സീ ദാറ്റ് അറ്റ് ദ ടൈം ഓഫ് അക്വിസിഷൻ ഇസ് ഹാപ്പനിങ് റിയൽ ടൈം ഈ റീവാലുവേഷൻ ലോസും കൂടെ കയറി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ റീവാലുവേഷൻ പ്രോഫിറ്റും കൂടെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് വേണം നെറ്റ് വർത്ത് കമ്പ്യൂട്ട് ചെയ്യാൻ. അറ്റ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ എന്തൊക്കെ ഒരു കമ്പനിക്ക് സബ്സിഡിയറി കമ്പനിക്ക് ഇക്വിറ്റി ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നെറ്റ് വർത്ത് ആയിട്ടുണ്ടോ അതെല്ലാം കണക്കിലെടുക്കണം. അപ്പോൾ റീവാലുവേഷൻസ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ബുക്സിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് നമ്മൾ കണ്ടുപിടിക്കാൻ. ബിക്കോസ് അറ്റ് ദ ടൈം എച്ച് ലിമിറ്റഡ് ഇസ് ഗോയിങ് ടു ബിക്കം എ ഹോൾഡിംഗ്, എസ് ലിമിറ്റഡ് വുഡ് ഹാവ് done all these revaluations. അവരുടെ ഫിക്സഡ് അസറ്റിനെയൊക്കെ റീവാല്യൂ ചെയ്ത് പുതിയൊരു എമൗണ്ട് കൊടുത്തു കാണും. അപ്പോൾ അതുവഴി വന്ന ലാഭവും നഷ്ടവും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാലൻസ് പോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യും. ബട്ട് വാട്ട് ഇഫ് ദിസ് റീവാലുവേഷൻ ഹാസ് ഹാപ്പൻഡ് ആഫ്റ്റർ ദിസ് ഡേറ്റ്? അക്വിസിഷൻ നടക്കുന്ന ഡേറ്റ് 1/1/2011 റീവാലുവേഷൻ നടക്കുന്നത് ഒരു 6 മാസങ്ങൾക്ക് ശേഷമാണെങ്കിലോ അന്ന് എച്ച് ലിമിറ്റഡ് ശരിക്കും ഓണറായി കഴിഞ്ഞു. അക്വിസിഷൻ നടന്നതിന് ശേഷം ഒരു 6 മാസങ്ങൾക്ക് ശേഷമാണ് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് സം റീസൺ നടക്കുന്നതെന്ന് വെക്കാം. That profit or revaluation loss, will it be treated as acquisitionന്റെ സമയത്തുണ്ടായിരുന്ന ഒരു ലോസ് ഓഫ് പ്രോഫിറ്റോ ആയിട്ട്? അല്ല, അക്വിസിഷന്റെ ഡേറ്റിൽ അല്ല അത് വരുന്നത്, പിന്നീട് എപ്പോഴും ആണ്. അന്ന് ഓൾറെഡി എച്ച് ലിമിറ്റഡ് ഇതിന്റെ ഓണർ ആണ്. അപ്പൊ നമ്മൾ അതിനെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് പോലെ ട്രീറ്റ് ചെയ്യുക. All the profits or losses that were existing at the time H Limited or the holding company acquires share in
സബ്സിഡിയറി കമ്പനി, അന്നുണ്ടായിരുന്ന എല്ലാ പ്രോഫിറ്റും ലോസസും നമ്മൾ കണക്കിലെടുക്കും. അത് ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരിക്കണമെന്ന് മാത്രമല്ല, അക്വിസിഷന്റെ ട്രാൻസാക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള റീവാലുവേഷൻ വഴി കിട്ടുന്ന പ്രോഫിറ്റും ലോസും കൂടെ കണക്കിലെടുക്കും. സോ therefore we can say that we will compare investment in shares of S Limited. അതായത് ഇത് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ഇവിടെ തന്നിരിക്കുന്നത് 1,60,000 പേ ചെയ്തു എന്നാണ്. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി സെയിം ബിക്കോസ് 1,60,000 ആകെ കൂടെ കുറയാൻ സാധ്യതയുള്ളത് എന്തെങ്കിലും പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് ഉണ്ടെങ്കിലാണ്. പ്രീ അക്വിസിഷൻ ഡിവിഡൻഡിനെ കുറിച്ചൊന്നും ഈ എക്സാമ്പിളിൽ പറയുന്നില്ല. അപ്പോൾ 0 ആയിട്ട് തന്നെ നമ്മൾ കണക്കിലെടുക്കും. സോ therefore 1,60,000 as it is. You compare it with the share of H Limited in net assets അല്ലെങ്കിൽ net worth of S Limited. What is the net worth of S Limited? അക്വിസിഷന്റെ ഡേറ്റിന്റെ അന്ന് ഉണ്ടായിരുന്ന എല്ലാ അസറ്റ്സും എല്ലാ നെറ്റ് അസറ്റും നമ്മൾ എടുക്കണം. നെറ്റ് അസറ്റ് മെത്തേഡ് പോയാലും അതെ, നെറ്റ് വർത്ത് മെത്തേഡ് പോയാലും അതെ. നെറ്റ് അസറ്റ്സ് മെത്തേഡ് വഴി പോയാൽ യു വിൽ ഹാവ് ടു കൺസിഡർ ഓൾ ദ റീവാല്യൂഡ് assets and liability amount and then arrive at the net asset and then share of H Limited വെച്ചിട്ട് കമ്പ്യൂട്ടേഷൻ നടത്തുക. ഇവിടെ നമ്മൾക്ക് അസറ്റിൻ്റെ ലൈബിലിറ്റീസിൻ്റെ ഒന്നും എമൗണ്ട് തന്നിട്ടില്ല. നമ്മളുടെ കയ്യിലുള്ളതെല്ലാം നെറ്റ് വർത്ത് കമ്പ്യൂട്ടേഷനെ അസിസ്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആംഗിളിൽ നമ്മൾ ചിന്തിക്കുന്നതേ ഉള്ളൂ. സോ ഷെയർ ക്യാപിറ്റൽ എത്രയുണ്ടായിരുന്നു എസ് ലിമിറ്റഡിൻ്റെ? ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത് 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച് എന്ന് പറയുമ്പോൾ 1 lakh അല്ലേ. സോ ഷെയർ ക്യാപിറ്റൽ 1 lakh ഉണ്ടായിരുന്നു. റിസർവ്സ് അക്യുമുലേറ്റ് ചെയ്ത് ഓൾറെഡി കിടന്നത് 1 lakh എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ യു ഹാവ് revaluation reserve which was not existing on the balance sheet date, പക്ഷേ അക്വിസിഷന് തൊട്ട് മുൻപ് വന്ന ഒരു റീവാലുവേഷൻ റിസർവ് അല്ലെ ലോസ് ആണ്. ഇവിടെ ലോസ് ആണ് വന്നിരിക്കുന്നത്. സോ therefore ഓൾറെഡി ഉള്ള നമ്മുടെ പ്രോഫിറ്റ് അല്ലെ അക്യുമുലേറ്റഡ് റിസർവ്സിൽ നിന്ന് ഈ എമൗണ്ട് അഡ്ജസ്റ്റ് ആവും അല്ലെ. 20,000 ആയിരുന്നു പറഞ്ഞിരുന്നത്. സോ 20,000. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഫുൾ എസ് ലിമിറ്റഡിന്റെ ടോട്ടൽ നെറ്റ്വർത്ത് ആണ്. വി ഹാവ് ടു ഓൺലി റെഡ്യൂസ് ഷെയർ ഓഫ് എച്ച് ലിമിറ്റഡ്. സോ വി ക്യാൻ സേ 2 lakhൽ നിന്ന് 20,000 പോയാൽ എത്രയുണ്ട് ടോട്ടൽ നെറ്റ്വർത്ത് ഓഫ് എസ് ലിമിറ്റഡ്? 1,80,000. ഇത് ടോട്ടൽ നെറ്റ്വർത്ത് ഓഫ് എസ് ലിമിറ്റഡ്. നമ്മൾക്ക് വേണ്ടതോ എച്ച് ലിമിറ്റഡിന്റെ മാത്രം ഷെയർ. എച്ച് ലിമിറ്റഡ് എത്രയാണ് വാങ്ങിച്ചിരുന്നത്? 70% ആയിരുന്നു വാങ്ങിച്ചിരുന്നത്. സോ 1,80,000 ആണ് ടോട്ടൽ നെറ്റ്വർത്ത് ഓഫ് എസ് ലിമിറ്റഡ് എങ്കിൽ അതിന്റെ 70% എന്ന് പറയുമ്പോൾ we are going to get our share as 1,26,000. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പൈസ കൊടുത്തത് 1,60,60,000. അതിന് പകരം കിട്ടിയ നെറ്റ് അസറ്റിന്റെ വർത്ത് അല്ലെങ്കിൽ വില നിശ്ചയിച്ചപ്പോൾ അത് 1,26,000 അതിന്റെ അർത്ഥം എന്താണ്? വി ഹാവ് പെയ്ഡ് ഓവർ ആൻഡ് അബവ് ദ അസറ്റ്സ് വി ഹാവ് അക്വയർഡ്. സോ വൈ ഡിഡ് വി പേ ഓവർ ആൻഡ് അബവ് സംതിങ് that you have acquired? You have paid for a hidden component called goodwill. So therefore goodwill ഈ കേസിൽ എത്രയുണ്ട്? 34,000 rupees. Yeah. So H Limited paid a positive differential എന്ന് ഉദ്ദേശിക്കുന്നത് this differential is called goodwill. അത് നമ്മൾ ഡയറക്റ്റ്ലി ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതേപോലെ തൊട്ടടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമുക്ക് പെട്ടെന്ന് വായിക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, കുറച്ചൊരു മാറ്റം മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. റീവാലുവേഷൻ ലോസ് അല്ല, പ്രോഫിറ്റ് ആണ്. സോ ദർ അഗൈൻ ഇൻവെസ്റ്റ്മെന്റ്സ് കോസ്റ്റ് ഇവിടെ തന്നിരിക്കുന്ന 1,30,000 പേ ചെയ്തു എന്നാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഈ സൈഡിലേക്ക് എഴുതുകയാണ്. എക്സാമ്പിൾ 1 ആൻഡ് എക്സാമ്പിൾ 2. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇൻവെസ്റ്റ്മെന്റ് പേ ചെയ്തിരിക്കുന്നത് 1,30,000 ആണെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ വി ഹാവ് ഷെയർ ക്യാപിറ്റൽ 1 lakh, റിസർവ്സ് ആൻഡ് സർപ്ലസ് 1 lakh. അന്നേ ദിവസം റീവാലുവേഷൻ നടന്നു, പക്ഷെ ഒരു പ്രോഫിറ്റ് ആണ് ഉണ്ടായത് ഓഫ് 20,000. സോ വി ക്യാൻ സേ ഷെയർ ക്യാപിറ്റൽ എത്ര ഉണ്ടായിരുന്നു? 1 lakh, reserves and surplus 1 lakh, and finally you had a profit. Yeah, so instead of showing it as a negative, you will have to show it as a positive figure. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് 2,20,000 ആണ് നെറ്റ് വർത്ത് ഓഫ് എസ് ലിമിറ്റഡ്. അതിന്റെ 70% ആര് വാങ്ങിച്ചത്?
H Limited വാങ്ങിച്ചത്. സോ 2,20,000 70% എന്ന് പറയുമ്പോൾ 1,54,000. So in second question or second example 1,30,000 ആണ് പേ ചെയ്തത്. പക്ഷെ എത്ര അസറ്റ്സ് നമ്മളുടെ കയ്യിലേക്ക് കിട്ടി, എത്ര വർത്തുള്ള അസറ്റ് നമ്മളുടെ കയ്യിലേക്ക് കിട്ടി? 1,54,000. അതായത് നമ്മൾ കൊടുത്ത് ശരിക്കും പൈസ കുറവാണ്. അപ്പോൾ വാട്ട് ഇസ് ദാറ്റ്? ദാറ്റ് ഈസ് എ ഗെയിൻ ദാറ്റ് യു ഹാവ് incurred. So that therefore we will term it as capital reserve and amount will be 24,000. Yeah, enjoy the differential of 24,000 and it is presented as capital reserve. So I hope it is clear, and now we will take up questions which are there from study material തന്നെ എടുത്താണ് ഞാൻ. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ അവിടുന്ന് ജസ്റ്റ് പേസ്റ്റ് ഔട്ട് ചെയ്തു, വേറെ കുറച്ച് ക്വസ്റ്റ്യൻ സെറ്റിൻ്റെ കൂടെ എന്ന് മാത്രമേ ഉള്ളൂ. ഓൾ ദീസ് ആർ അവൈലബിൾ ഇൻ യുവർ സ്റ്റഡി മെറ്റീരിയൽ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം. So let's take up a question from the study material, question number 6. The study material illustrations are കിടക്കുന്നത്. It is illustration 3 from CS study material. X Limited acquires 70% of equity shares of Z Limited as on 31st March 2011 at a cost of 70 lakhs. The following information is available from the balance sheet of Z Limited as on 31st March 2011. അതായത് അക്വയർ ചെയ്യുന്ന അന്നത്തെ കുറച്ച് ഇൻഫർമേഷൻ തന്നിരിക്കുകയാണ്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ്സ്, കറണ്ട് അസറ്റ്സ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്, 15% ഡിബെഞ്ചേഴ്സ്, കറണ്ട് ലെവൽ. അപ്പോൾ നമ്മൾക്ക് കണ്ടാൽ മനസ്സിലാവും അവർ തന്നിരിക്കുന്ന എല്ലാ ഇൻഫർമേഷനും ടോട്ടൽ അസറ്റ്സും ടോട്ടൽ ലയബിലിറ്റിയുടെ ലിസ്റ്റാണ്. ഇക്വിറ്റി തന്നിട്ടില്ല, റിസർവ്സും സർപ്ലസും തന്നിട്ടില്ല. അപ്പോൾ we are given a question wherein net worth റൂട്ട് അല്ല നെറ്റ് അസറ്റ്. അപ്പം നമ്മൾ ഇത്രയും ചെയ്തതെല്ലാം നെറ്റ് വർത്ത് വെച്ചിട്ട് കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നതാണ്. നെറ്റ് വർത്ത് ഇസ് ഈക്വൽ ടു നെറ്റ് അസറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ബേസ് നെറ്റ് അസറ്റ്സ് ബേസ് ചെയ്തിട്ട് ഇതേ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ ചെയ്യാനുള്ളതാണ്. ദ ഫോളോയിങ് റീവാലുവേഷൻസ് ഹാവ് ബീൻ അഗ്രീഡ് അപ്പോൺ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ എബവ് ഫിഗേഴ്സ്. അതായത് അക്വിസിഷൻ നടക്കുന്നതെന്ന് കുറച്ച് റീവാലുവേഷൻ ചെയ്യാൻ ഇവർ സമ്മതിച്ചു, രണ്ടുപേരും എക്സും സെഡ് ലിമിറ്റഡും കൂടെ. പക്ഷേ ആ റീവാലുവേഷൻ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു എമൗണ്ട് അല്ല തൊട്ട് മേലെ ടേബിളിൽ തന്നിരിക്കുന്നത്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് അപ്പ് ബൈ 20%, ഇൻവെസ്റ്റ്മെന്റ്സ് ഡൗൺ ബൈ 10%. Z Limited declared and paid dividend at 20% on its equity shares as on 31st March 2011. Face value 10 per share. X Limited purchased the shares of Z Limited at 20 per share. Calculate the amount of goodwill or capital reserve on acquisition of shares of Z Limited. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. Cost of control as on acquisition date ആണ്. ഇവിടെ acquisition date നമുക്ക് തന്നിരിക്കുന്നത് 31st March 2011 ആണ്. So starting with ആദ്യത്തെ പോയിന്റ് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ് ഓഫ് Z Limited. ഇനി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 70 ലക്ഷമാണെന്ന് നമ്മളോട് പറഞ്ഞു. സോ ഐഡിയലി സ്പീക്കിംഗ് ആ എമൗണ്ട് തന്നെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ബട്ട് ദാറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് വിത്ത് പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ്. അങ്ങനെ എന്തെങ്കിലും ഒരു കോമ്പണന്റ് ഉണ്ട്. ഈ ക്വസ്റ്റ്യനിൽ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് എന്തെങ്കിലും ഉണ്ടോ? ഡിവിഡൻഡ് എന്തെങ്കിലും ഉണ്ട്. ഇഫ് ക്വസ്റ്റ്യനിൽ ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും പ്രീ അക്വിസിഷൻ ആകണമെന്നല്ല. ഇറ്റ് ക്യാൻ ബി പ്രീ അക്വിസിഷൻ, ഇറ്റ് ക്യാൻ ബി പോസ്റ്റ് അക്വിസിഷൻ ഓൾസോ. അപ്പോൾ ഇവിടെ ഒരു ഡിവിഡൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്. Z Limited അതായത് സബ്സിഡിയറി കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയറും ചെയ്തു, പേയും ചെയ്തു 20% എന്നാണ് 31st March. അതായത് എക്സ് ലിമിറ്റഡ് അക്വയർ ചെയ്യുന്ന അന്ന് തന്നെ ഇവർ ഓൾറെഡി കുറച്ച് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് പേയും ചെയ്തു. അപ്പോൾ സിൻസ് എക്സ് ലിമിറ്റഡ് ബിക്കെയിം എ ഷെയർ ഹോൾഡർ ഓൺ ദ ഡേറ്റ് ഓഫ് ദിസ് ഡിവിഡൻഡ് ഡിക്ലറേഷൻ, എക്സ് ലിമിറ്റഡിനും കിട്ടും കുറച്ച് ഡിവിഡൻഡ് അല്ലേ? പക്ഷെ ശരിക്കും എക്സ് ലിമിറ്റഡ് ഇത് ഇത്രയും നാളും ഹോൾഡ് ചെയ്ത ഒരു ഷെയർ ആയത് കാരണം അവർക്ക് കിട്ടിയ ഡിവിഡൻഡ് ആണോ? അല്ല. അവർ വന്നതേ ഉള്ളൂ. അവർ എന്നാണോ ഷെയർ ഹോൾഡർ ആയത് അന്ന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. അന്ന് ഷെയർ ഹോൾഡർ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് കാരണം ദേ ഗെറ്റ് ഡിവിഡൻഡ് ഓൾസോ. ബട്ട് വാസ് ഇറ്റ് ദെയർ ഇൻകം? അവർ അഡീഷണലി എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അതിന് കിട്ടിയ ഒരു റിട്ടേൺ ആണോ? അല്ല. ഡിവിഡൻഡ് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും Z Limited ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് 31st March. ശരിക്കും പ്രീവിയസ് ഇയേഴ്സിൽ അവർ നേടിയെടുത്ത ആ ലാഭം
ആ ഇൻവെസ്റ്റേഴ്സിലേക്ക് കൊടുത്താണല്ലേ. പ്രീവിയസ് ഇയറിൽ ഉണ്ടായ ലാഭത്തിന് എക്സ് ലിമിറ്റഡിന് ഒരു പങ്കുമില്ല, കാരണം ഹി വാസ് എൻ ഔട്ട്സൈഡർ ടിൽ ദാറ്റ് ഡേ. സോ അഡീഷണലി കിട്ടിയ ഒരു ഡിവിഡൻഡ് ഇസ് നോട്ട് ആൻ ഇൻകം ഫോർ എക്സ് ലിമിറ്റഡ്, ഫോർ ദ ഹോൾഡിംഗ് കമ്പനി. അപ്പോൾ ഈ ഡിവിഡൻഡ് എന്താണ്? ഇറ്റ്സ് എ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ്. അവർ അക്വയർ ചെയ്യുന്നതിന് മുൻപ്, ഇപ്പം നമ്മൾ മറ്റൊരു രീതിയിലും പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് ലാസ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. പ്രീവിയസ്ലി എക്സ് ലിമിറ്റഡ് ഹോൾഡിംഗ് കമ്പനി ആവുന്നതിന് മുൻപ് സബ്സിഡിയറി കമ്പനി ഏൺ ചെയ്ത പ്രോഫിറ്റുകളിൽ നിന്നാണ് ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇറ്റ്സ് എ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ്. And why are we reducing it from cost of investment? കാരണം ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും 70 ലക്ഷം കൊടുക്കുമ്പോൾ അതിന് പകരം എന്താണ് ഇവർക്ക് കിട്ടുന്നത്? എക്സ് ലിമിറ്റഡ് ദേ ആർ ഗെറ്റിംഗ് നെറ്റ് അസറ്റ്സ്. നെറ്റ് അസറ്റ്സ് രീതിയിൽ കമ്പ്യൂട്ട് ചെയ്താലും നെറ്റ് വർത്ത് രീതിയിൽ കമ്പ്യൂട്ട് ചെയ്താലും നമ്മൾക്ക് പറയാം ആ നെറ്റ് വർത്തിനുള്ളിൽ ഒരു കോമ്പണന്റ് എന്താണ്? റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. ആ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉപയോഗിച്ച് തന്നെയാണ് ഡിവിഡൻഡ് ആര് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്? എക്സ് ലിമിറ്റഡ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും എക്സ് ലിമിറ്റഡ് ആ റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ ഒരു ഷെയർ കിട്ടാൻ വേണ്ടി കുറച്ച് പൈസ കൊടുത്തു. ആ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നിന്ന് തന്നെ അവർക്കൊരു ഡിവിഡൻഡും കൂടെ കിട്ടും. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ റിക്കവറി. ഫോർ ഓൾ ദീസ് റീസൺസ് ദിസ് ഡിവിഡൻഡ് വിൽ ബി ട്രീറ്റഡ് ആസ് എ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് ആൻഡ് റെഡ്യൂസ്ഡ് ഫ്രം ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നൗ ഇഫ് ദർ വാസ് സം ഇൻസ്റ്റൻസ് ഗിവൻ ദാറ്റ് 31 മാർച്ചിനല്ല, 2012 ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. അന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഡിവിഡൻഡ് പോസ്റ്റ് അക്വിസിഷൻ ഡിവിഡൻഡ് ആണ്. എക്സ് ലിമിറ്റഡ് ഇതിന്റെ ഒരു ഷെയർ ഹോൾഡർ ആയി വന്നതിന് ശേഷം അയാളുടെ ഇൻവെസ്റ്റ്മെന്റും കൂടെ ചേർത്ത് സെഡ് ലിമിറ്റഡ് ഉപയോഗിച്ച് ബിസിനസ് ചെയ്തുണ്ടാക്കിയ ലാഭത്തിന് ഡിവിഡൻഡ് കൊടുത്താണ്. അപ്പോൾ 31 മാർച്ച് 2012 കൊടുത്ത ഒരു ഡിവിഡൻഡ് നമുക്ക് പോസ്റ്റ് അക്വിസിഷൻ ഡിവിഡൻഡ് ആയിട്ട് പറയാം. പക്ഷെ അക്വയർ ചെയ്യുന്ന അന്ന് തന്നെ ഒരു ഡിവിഡൻഡ് ഈ അക്വയർ ചെയ്യുന്ന കമ്പനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദെയർ ക്രെഡിറ്റ് അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടാണെന്നല്ല, അവര് കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു റിക്കവറി എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സോ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് നമ്മൾക്ക് കുറയ്ക്കണം. ഡു വി നോ വാട്ട് ഈസ് ദ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ്? വി ഡു നോട്ട് നോ. സോ വി വിൽ ഹാവ് ടു കമ്പ്യൂട്ട് ഇറ്റ്. സോ ഒരു വർക്കിംഗ് നോട്ട് നമ്മൾക്ക് താഴെ എഴുതാം ടു ഫൈൻഡ് ഔട്ട് ഡിവിഡൻഡ് കമ്പ്യൂട്ടേഷൻ. എത്രയാണ് ഡിവിഡൻഡ് പേ ചെയ്യുന്നത്? 20% എന്ന് പറയുന്നുണ്ട്, ഫേസ് വാല്യൂ 10 രൂപ വെച്ചിട്ട്. പക്ഷെ എത്ര ഷെയർസ് ആണ് സെഡ് ലിമിറ്റഡ് വാങ്ങിച്ചതെന്നോ എന്നുള്ള ഇൻഫർമേഷൻ ഒന്നും ഡയറക്റ്റ്ലി നമ്മൾക്ക് അവൈലബിൾ അല്ല, അല്ലേ? പക്ഷെ അവിടെ പറയുന്നുണ്ട് 70% ഇക്വിറ്റി ഷെയർ വാങ്ങിച്ചത് 70 ലക്ഷം രൂപ കൊടുത്താണ്. സോ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? 70 lakh. ഈ ഡിവിഡൻഡ് സെന്റൻസിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയുന്നു, ഓരോ ഷെയറിനും 20 രൂപ വീതം വിലയിട്ടാണ് എക്സ് ലിമിറ്റഡ് പൈസ കൊടുത്തത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് വാസ് 70 lakh. അപ്പൊ എത്രയോ ഷെയർ കിട്ടാൻ 70 ലക്ഷം മുടക്കി. പ്രൈസ് ഓർ കോസ്റ്റ് per share നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 20 per share. So can't we find out the number of shares purchased by X Limited? 20 രൂപ കൊടുത്താണ് ഓരോ ഷെയറും വാങ്ങിച്ചത്. അങ്ങനെ എല്ലാം കൂടെ കണക്ക് കൂടി നോക്കിയപ്പോൾ 70 ലക്ഷം രൂപ കൊടുക്കേണ്ടി. സോ എത്രയായിരിക്കും ഷെയർ അവർ വാങ്ങിച്ചിട്ടുണ്ടാവുക? 70 lakh divided by 20. We can say that 3,50,000 ഷെയർസ് ആണ് ആര് വാങ്ങിച്ചിട്ടുള്ളത്? എക്സ് ലിമിറ്റഡ് വാങ്ങിച്ചിട്ടുള്ളത്. 70 lakh divided by 20. Yeah. So if 3,50,000 share is what is the number of shares purchased by X Limited, how much will be the dividend on above shares? എത്രയായിരിക്കും അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക? അവരുടെ എലിജിബിലിറ്റി അല്ല പറയുന്നത്, അവർക്ക് എത്ര കിട്ടിക്കാണും. എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ അടുത്ത പോയിന്റിൽ പറയുന്നത്. 3,50,000 ഷെയറിന് ഫേസ് വാല്യൂലാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഫേസ് വാല്യൂ 10 രൂപ എന്ന് പറഞ്ഞു. ആൻഡ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് 20%. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഡിവിഡൻഡ് എമൗണ്ട് 7 lakh rupees. അപ്പോൾ 70 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഷെയർ വാങ്ങിച്ച അന്ന് തന്നെ എക്സ് ലിമിറ്റഡിന് എത്ര ഡിവിഡൻഡ് കിട്ടി? 7 ലക്ഷം രൂപ ഡിവിഡൻഡ് കിട്ടി. പക്ഷെ ദിസ് ഡിവിഡൻഡ് വാസ് pre-acquisition dividend.
റീസൺ നമ്മൾ പറഞ്ഞു ഓൾറെഡി. അപ്പോൾ ഇതൊരു എക്സാം ക്വസ്റ്റൻ ആയിട്ട് വന്നാൽ നിങ്ങളുടേതായ തിയറട്ടിക്കൽ മോഡിൽ അല്ലെങ്കിൽ തിയറി കുറച്ച് വേർഡ്സ് ഉപയോഗിച്ച് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്ത് ഒരു സെൻറ്റൻസ് ആയിട്ടൊന്ന് എഴുതിക്കൊള്ളുക. അതായത് ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത അന്നത്തെ ദിവസമാണ് ഇവർ അക്വിസിഷൻ വന്നത്, ഐ മീൻ ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനി റിലേഷൻഷിപ്പ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ പോസ്റ്റ് അക്വിസിഷൻ ഡിവിഡൻഡ്, പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് ആണ്. പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് റെഡ്യൂസ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ടു ദാറ്റ് എക്സ്റ്റെൻഡ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങളുടേതായ വാക്കിലൊന്ന് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്ത് എഴുതിക്കൊള്ളുക. റെഡ്യൂസ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ്. So once we got this dividend amount and pre-acquisition ആണെന്ന് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റിൽ നിന്ന് കുറയ്ക്കാം. അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നു, പോസ്റ്റ് അക്വിസിഷൻ ഡിവിഡൻഡ് ആയിരുന്നു ക്വസ്റ്റ്യനിൽ തന്നിരുന്നതെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കുറയ്ക്കുമോ? ഇല്ല. പോസ്റ്റ് അക്വിസിഷൻ ഡിവിഡൻഡ് ഒരു അഡീഷണൽ ഇൻഡയറക്റ്റ് ഇൻകം പോലെ എക്സ് ലിമിറ്റഡ് ട്രീറ്റ് ചെയ്ത് P&Lലേക്ക് എടുത്തുകൊണ്ട് പോകത്തേ ഉള്ളൂ. പ്രീ അക്വിസിഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റിൽ നിന്ന് കുറച്ചത്. സോ ഇൻവെസ്റ്റ്മെന്റ് നെറ്റ് എമൗണ്ട് എത്രയുണ്ട്? 63 lakh. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് കുറയ്ക്കേണ്ടത്? ഷെയർ ഇൻ നെറ്റ് വർത്ത് അല്ലെ നെറ്റ് അസറ്റ്സ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി നെറ്റ് അസറ്റ്സ് ആണ് തന്നിരിക്കുന്നത് നമ്മൾക്കറിയാം. അതുകൊണ്ട് ഡയറക്ട്ലി നെറ്റ് അസറ്റ് എന്ന് എഴുതിയാൽ മതി, നെറ്റ് വർത്ത് എന്ന് എഴുതേണ്ട കാര്യം ഇല്ല. സോ ഷെയർ ഇൻ നെറ്റ് അസറ്റ്സ് ഓഫ് Z ലിമിറ്റഡ്. This was working. ഇനി അസറ്റ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിലും കുറച്ച് റീവാലുവേഷൻ നടക്കുന്നുണ്ട് ഈ അക്വിസിഷന്റെ സമയത്ത് അല്ലേ. അപ്പോൾ നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കേണ്ടത് ഡയറക്ട്ലി തന്നിരിക്കുന്ന എമൗണ്ട് ആണോ റീവാല്യൂഡ് എമൗണ്ട് ആയിരിക്കും? റീവാല്യൂഡ് എമൗണ്ട് ആണ്. കാരണം ഈ റീവാല്യൂഡ് എമൗണ്ട് എടുത്തോളാമെന്ന് സമ്മതിച്ചുകൊണ്ടാണ് ആ ഇൻഫർമേഷൻ നമ്മൾക്ക് തന്നിരിക്കുന്നത് അല്ലേ. സോ ഹിയർ യു ഷുഡ് ടേക്ക് റീവാല്യൂഡ് ഫിഗേഴ്സ്. ഇഫ് റീവാലുവേഷൻ നടക്കാത്ത ഒരു കേസ് ആയിരുന്നെങ്കിലോ അക്വിസിഷൻ ചെയ്യുന്ന ദിവസമല്ലായിരുന്നു റീവാലുവേഷൻ എങ്കിലോ ഇവിടെ റീവാല്യൂഡ് ഫിഗേഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ റീവാലുവേഷൻ എടുക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം ഇറ്റ് ഈസ് ബിക്കോസ് ക്വസ്റ്റ്യനിൽ അത് പറയുന്നുണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഓൺ ദ സെയിം ഡേ. ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഐ ഹാവ് അപ്പോൾ ലെറ്റ് മീ ജസ്റ്റ് space. So working note number 2, revalued net asset computation. Property, plant and equipment 120 lakhs ആണ് തന്നിരിക്കുന്നത്. പക്ഷേ it should go up by 20% എന്ന് പറയും. So property, plant and equipment 120 lakhs into 120%. കാരണം 20% ഇൻക്രീസ് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒറ്റൊരു ഫോർമുല ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. സോ therefore it is 144 in lakhs ഹെഡിങ്ങിൽ നിന്ന് എഴുതിയേക്കാം. സോ that's easy. So property, plant and equipment is 144. Investments should go down by 10%. Investment 55 lakh ഉണ്ട്. Investment 55 lakhs into 90%. 10% കുറയ്ക്കണമെന്നാണ് പറഞ്ഞത്. സോ 55 into 90%, 49.5. സോ ഇൻവെസ്റ്റ്മെന്റ്സ് കഴിഞ്ഞു. ഇനി അടുത്തത് കറണ്ട് അസറ്റ്സിനെ കുറിച്ചൊന്നും റിവാലുവേഷൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം അങ്ങനെ തന്നെ എടുക്കുക. കറണ്ട് അസറ്റ്സ് 70 and loans and advances 15. കറണ്ട് അസറ്റ്സ് 70, loans and advances 15. ഇത്രയുമാണ് അസറ്റ്സിന്റെ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് ഇൻക്ലൂഡിംഗ് ദ റീവാലുവേഷൻ. ദെൻ വി ഹാവ് ലൈബിലിറ്റീസ്. 15% ഡിബെഞ്ചർ 90, കറണ്ട് ലൈബിലിറ്റി 50. ലൈബിലിറ്റിയും റീവാലുവേഷൻ നടക്കാം, പക്ഷേ ഇവിടെ അങ്ങനെ തരാത്തതുകൊണ്ട് വി വിൽ ടേക്ക് ആസ് ഇറ്റ് ഇസ്. സോ 15% ഡിബെഞ്ചേഴ്സ് 90 and current liability 50. So therefore net assets, revalued net assets is going to be
144 plus 49.5 plus 70 plus 15 minus 19 minus 50. 138.5. So 138.5 lakhs are the total revalued net asset of Z Limited on the date of acquisition. നമ്മൾ ഇവിടെ എടുക്കേണ്ടത് എത്ര മാത്രമാണ്? ഫുൾ എടുക്കണോ? ഇല്ല, ഫുൾ നെറ്റ് അസറ്റ് അല്ല, എക്സ് ലിമിറ്റഡിന്റെ ഷെയർ മാത്രം. എക്സ് ലിമിറ്റഡ് എത്ര അക്വയർ ചെയ്തിട്ടുണ്ട്? 70%. സോ വി ക്യാൻ സേ ദാറ്റ് 138.5 lakh എന്ന് പറയുമ്പോൾ 1 crore 38 lakh 50,000. 1 crore 38 lakh 50,000 70% ആണ് നമ്മൾ ഈ ഒരു computation എടുക്കുക, and give a reference to working note number 2. So that is going to be 96 lakh 95,000 rupees. അതായത് നമ്മൾ കൊടുത്തത് എത്ര രൂപയേ ഉള്ളൂ? 63 lakhs. പക്ഷെ എത്ര വർത്ത് ഉള്ള അസറ്റ് നമ്മൾക്ക് കിട്ടി? എക്സ് ലിമിറ്റഡിന് കിട്ടി 96 lakh. അപ്പോൾ ക്ലിയർ കട്ട് എക്സാമ്പിൾ ഓഫ് എ ഗെയിൻ ബൈ ദിസ് ഇൻവെസ്റ്റ്മെന്റിൽ. സോ ഗെയിൻ ആണെങ്കിൽ നമ്മൾ എന്തായിട്ട് പറയും? വി വിൽ ടേം ഇറ്റ് ആസ് ക്യാപിറ്റൽ റിസർവ്. സോ കമ്പ്യൂട്ടേഷൻ നമ്മളിങ്ങനെ ലെസ് എന്നൊക്കെ എഴുതുമെങ്കിലും ആൻസറിൽ നെഗറ്റീവ് ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ പേര് റെഫറൻസ് കൊടുക്കുന്നത് ഒരു ഇൻഡിക്കേഷൻ ആണ്. ക്യാപിറ്റൽ റിസർവ് ആണെങ്കിൽ അത് പ്രോഫിറ്റ് ആയതുകൊണ്ടാണെന്നും ഗുഡ് വില്ല് ആണെങ്കിൽ പോസിറ്റീവ് ഫിഗർ ആയതുകൊണ്ടുമാണ് എക്സ്ട്രാ കൊടുത്തതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആൻസർ നെഗറ്റീവിൽ എഴുതണമെന്നില്ല, നിങ്ങൾ പെർട്ടിക്കുലേഴ്സ് എഴുതുന്നത് അതനുസരിച്ച് അങ്ങോട്ട് മാറ്റിയാൽ മതി. So 96,95,000 minus 63 lakh, we can say 33,95,000 ആണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ ക്യാപിറ്റൽ റിസർവ്. Yeah. Now let's take up question number 5. This is also an illustration from the study material, illustration number 2. So XYZ Limited purchased 80% shares of ABC Limited on Jan 1st, 2011 for 1,40,000. The issued capital of ABC Limited on that same date was 1 lakh and balance in P&L was 60,000. During the year ended 31st December 2011, ABC Limited earned a profit of 20,000. And at year end, അതായത് ഒരു വർഷം മുഴുവൻ കടന്നു. അക്വിസിഷൻ നടന്നത് ജനുവരി 1-നാണ്. അത് ആ ഒരു വർഷം മുഴുവൻ കഴിഞ്ഞതിന് ശേഷം ഇയർ എൻഡിൽ ഡിക്ലെയർഡ് എ ഡിവിഡൻഡ് ആൻഡ് പെയ്ഡ് എ ഡിവിഡൻഡ് ഓഫ് 15,000. അതായത് സബ്സിഡിയറി കമ്പനി, ഇവിടെ ആരാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്? XYZ ലിമിറ്റഡ്. അപ്പോൾ XYZ ആണ് ഹോൾഡിങ്ങും ABC ആണ് സബ്സിഡിയറി. സബ്സിഡിയറി കമ്പനി ഒരു വർഷം ബിസിനസ് ചെയ്തൊരു ലാഭം ഉണ്ടാക്കി. ആ ലാഭം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവരൊരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, പേയും ചെയ്തു. Show by an entry how the dividend would be recorded in books. What is the amount of minority interest as on Jan 1st and 31st December. Also check whether there should be any goodwill or capital reserve at the date of acquisition. ഒരു full-fledged problem ആണ്. നമ്മൾ full-fledged problem in the sense നമ്മൾ കൺസോളിഡേഷൻ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ റൂൾസിൽ പഠിക്കുന്ന ഒരു 6 പോയിന്റ് നമ്മൾ പറഞ്ഞു അല്ലേ, അതിൽ ഒരു 3 പോയിന്റ്സോളം കവർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതും ഇൻഡിപെൻഡൻ്റ്ലി വരാൻ സാധ്യത. ഇതെല്ലാം സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് എടുത്താണ്. സോ ദാറ്റ് യു ഗെറ്റ് മോർ അക്കസ്റ്റംഡ് ടു ഓൾ ദിസ് വർക്കിംഗ് നോട്ട്സ് വിച്ച് വിൽ ജനറലി ബി ദെയർ ഇൻ ഓൾ ദ ഫുൾ ഫ്ലെഡ്ജ് പ്രോബ്ലം ദാറ്റ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഓർ പ്രാക്ടീസ് ഫ്രം യുവർ സ്റ്റഡി മെറ്റീരിയൽ ഓർ ഇൻ from any of your past exam papers also. So നമ്മൾക്ക് എന്താണ് നമ്മളോട് ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഡിവിഡൻഡ് XYZ എങ്ങനെ റെക്കോർഡ് ചെയ്യുമെന്നാണ് ആദ്യത്തെ ചോദ്യം. ഇപ്പോൾ ഡിവിഡൻഡിനെ കുറിച്ച് ഇവിടെ എന്തെങ്കിലും പറയുന്നുണ്ട്? യെസ്, സബ്സിഡിയറി കമ്പനിയായ ABC ലിമിറ്റഡ് ഒരു വർഷം മുഴുവൻ ബിസിനസ് ചെയ്തു. അക്വിസിഷൻ നടക്കുന്നത് എന്നാണ്? ജനുവരി 1-ന്. അതിനുശേഷം ഒരു വർഷം ബിസിനസ് ചെയ്ത് കഴിഞ്ഞ് ഒരു ലാഭം ഉണ്ടാക്കി. ആ ലാഭത്തിൽ നിന്ന് ആൻഡ് അറ്റ് ഇയർ എൻഡ് declared a dividend. So what is the indication given here and how is it different from the previous question? Previous questionലും ഡിവിഡൻഡിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? 6th question നമ്മൾ ചെയ്തതിലും ഡിവിഡൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്. When was the dividend declared? അക്വിസിഷൻ നടക്കുന്ന അന്ന് തന്നെ. ഇനി ഈ ക്വസ്റ്റ്യനിലോ അക്വിസിഷൻ നടക്കുന്നത് ജനുവരി 1-നാണെങ്കിലും ഒരു വർഷം ബിസിനസ് ചെയ്തതിന് ശേഷം
കുറച്ച് ലാഭം ഉണ്ടാക്കി ആ ലാഭത്തിൽ നിന്ന് ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് 20,000 ആൻഡ് അറ്റ് ഇയർ എൻഡ് ഡിക്ലെയർഡ് ഡിവിഡൻഡ്. സോ എന്താണ് അവിടെ തന്നിരിക്കുന്ന ഒരു ഹിന്റ്? ഒരു വർഷം ബിസിനസ്സും ചെയ്തു, അക്വയർ ചെയ്തതിന് ശേഷം ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കി ആ ലാഭത്തിൽ നിന്നൊരു ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് നടന്നു എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് എ ക്ലിയർ കട്ട് എക്സാമ്പിൾ ഓർ ഹിന്റ് ഓഫ് പോസ്റ്റ് അക്വിസിഷൻ ഡിവിഡൻഡ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ അക്വയർ ചെയ്യുന്ന അന്ന് തന്നെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തതോ അല്ലെങ്കിൽ ഡിവിഡൻഡ് അക്വയർ ചെയ്യുന്ന അന്ന് തന്നെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തില്ലെങ്കിലും ഇങ്ങനെ ഒരു പ്രോഫിറ്റ് പുതിയതായിട്ട് ഉണ്ടാക്കിയതിനെ കുറിച്ച് പറയുന്നില്ല. അങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് അസ്യൂം ചെയ്യാൻ പറ്റുകയുള്ളൂ? പ്രീവിയസ്ലി അവർ ഉണ്ടാക്കിയ ലാഭം അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്നതിൽ നിന്നായിരിക്കും ഡിവിഡൻഡ് പേ ചെയ്യുന്നത് അല്ലേ? കാരണം ഡിവിഡൻഡ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എവിടെയാണ്? P&L അപ്രോപ്രിയേഷൻസിന്റെ കൂടെ നമ്മൾ കാണിക്കുന്നതാണ്. സോ എന്തായാലും ഒരു ലാഭം നമ്മൾക്ക് വേണം. അത് ഈ വർഷത്തെ ആവാം, പ്രീവിയസ് കുറെ വർഷത്തെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റും ആവാം. അപ്പോൾ ഈ വർഷം ഏൺ ചെയ്തൊരു പ്രോഫിറ്റിനെ കുറിച്ച് ഈ ഒരു ക്വസ്റ്റ്യന് തന്നതുപോലെ സപ്പോസിറ്റ്ലി ഒരു ക്വസ്റ്റ്യന് എവിഡൻസ് ആയിട്ട് തരുന്നില്ലെങ്കിൽ എന്നിട്ട് ഡിവിഡൻഡ് ഡിക്ലറേഷനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ വാട്ട് ക്യാൻ ബി ഇൻഫർ ഫ്രം ദാറ്റ്? ദ ഓൺലി പോസിബിലിറ്റി ദെൻ വുഡ് ബി ടു ഡിക്ലെയർ ഡിവിഡൻഡ് ഔട്ട് ഓഫ് പ്രീവിയസ്ലി അക്യുമുലേറ്റഡ് റിസർവ്സ്. അപ്പോൾ പ്രീവിയസ് അക്യുമുലേറ്റഡ് റിസർവ്സിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അത് പ്രീ അക്വസിഷൻ ഡിവിഡൻഡ് ആയിരിക്കാം. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് അക്വിസിഷന് ഒരു വർഷം ശേഷമാണെന്നും ആ ഒരു വർഷത്തിനുള്ളിൽ 20,000 രൂപ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ലാഭത്തിൽ നിന്നൊരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തുവെന്നും പറയുന്നുണ്ട്. സോ ബിക്കോസ് ഓഫ് ഓൾ ദീസ് റീസൺസ് ഡിവിഡൻഡ് പെയ്ഡ് ബൈ ABC Limited is out of current profits. Current അല്ലെങ്കിൽ നമ്മൾക്ക് പറയാം പോസ്റ്റ് അക്വിസിഷൻ. പോസ്റ്റ് അക്വിസിഷൻ നമ്മൾ വാക്ക് ഉപയോഗിക്കുന്നത് ടു ലിങ്ക് ഇറ്റ് ടു ദ ഹോൾഡിംഗ് കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഒന്ന് ലിങ്ക് ചെയ്ത് പറയാൻ വേണ്ടിയാണ്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്സ് and hence the portion of dividend received by XYZ Limited. കാരണം ആ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന XYZ Limited ഒരു ഷെയർ ഹോൾഡർ ആണ്, അപ്പോൾ അവർക്കും ഡിവിഡൻഡ് എന്തായാലും കിട്ടും അല്ലേ? ആൻഡ് ഹെൻസ് ദ പോർഷൻ ഓഫ് ഡിവിഡൻഡ് റിസീവ്ഡ് ബൈ XYZ Limited on 31/12/2011 will be an income for the company. കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടായ ഒരു ലാഭത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ ഒരു ഇൻകം ആണ്. അപ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന് കിട്ടിയ ഒരു പ്രതിഫലം അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻകം എന്ന് വേണം, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. വിൽ ബി ട്രീറ്റഡ് ആസ് എൻ ഇൻകം ഫോർ ദ കമ്പനി ആൻഡ് ടേക്കൺ ടു P&L. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ വിൽ യു ഷോ ദിസ് ഡിവിഡൻഡ് ആസ് എൻ എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് XYZ Limited എന്നാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഹെഡിങ് എഴുതാം. അത് കഴിഞ്ഞിട്ടുള്ളതും എല്ലാം XYZ. വൈ XYZ പെർസ്പെക്റ്റീവ് നമ്മൾ എല്ലാം പറയുന്നു? കാരണം കൺസോളിഡേഷൻ ചെയ്യുന്നത് ആരാണ്? ഹോൾഡിംഗ് കമ്പനിയാണ്. അപ്പോൾ അവരുടെ ബുക്സിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട ചേഞ്ചസിനെ കുറിച്ചായിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ പൊതുവെ സംസാരിക്കാൻ പോകുന്നത്. സോ ഡിവിഡൻഡിന്റെ എൻട്രി ചെയ്താണ് പറഞ്ഞത്. ആദ്യമേ നമ്മൾക്കൊരു എൻട്രി ചെയ്താൽ ബാങ്ക് എന്തായാലും ഈ പൈസ കിട്ടി, കാരണം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് പേയും ചെയ്തു എന്നാണ് പറഞ്ഞത്. സോ XYZ Limitedനാണ് ഡിവിഡൻഡ് കിട്ടാൻ പോകുന്നത്. XYZ Limitedന് എത്രയായിരിക്കും ഡിവിഡൻഡ് കിട്ടാൻ പോകുന്നത്? ഇവിടെ 15,000 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ഡിവിഡൻഡ് ഇസ് ദ ഡിവിഡൻഡ് പെയ്ഡ് ബൈ സബ്സിഡിയറി കമ്പനി. സോ ഫുൾ 15,000 XYZ Limitedന് കിട്ടുമോ? He would have received it if he was a wholly owned subsidiary. അതായത് 100% ഷെയർ ക്യാപിറ്റലും XYZ Limited ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ കിട്ടിയാണ്. പക്ഷേ ഇവിടെ XYZ Limited അക്വയർ ചെയ്ത് എത്ര ശതമാനം മാത്രമേ ഉള്ളൂ? 80%. സോ എത്രയായിരിക്കും ഡിവിഡൻഡും കിട്ടാൻ പോകുന്നത്? യു വിൽ ഗെറ്റ് ഓൺലി റിട്ടേൺ ഓൺ ദ ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് യു ഹാവ് മെയ്ഡ്. സോ ഇഫ് യു ഹാവ് മെയ്ഡ് 80% ഇൻവെസ്റ്റ്മെന്റ്, income also will be only 80%. So 15,000ന്റെ 80% ആയ 12,000 rupees ആയിരിക്കും ആർക്ക് കിട്ടാൻ പോകുന്നത്? XYZ Limitedന് കിട്ടാൻ പോകുന്നത്. സോ 2 ഡിവിഡൻഡ് ഇൻകം എന്ന് കാണിക്കുകയാണ്. ആൻഡ് narration appropriately എഴുതുക. I just want to show that it will be taken to
പി ആൻഡ് എൽ എന്നുള്ളത് കാരണം ഡിവിഡൻഡ് ഇൻകം അക്കൗണ്ട് ഡെബിറ്റ് ടു പി ആൻഡ് എൽ എന്നൊരു അഡീഷണൽ എൻട്രിയും കൂടെ എഴുതുകയാണ്. നിങ്ങൾ ടെക്സ്റ്റിൽ ഇതേ ജേർണൽ എൻട്രി തന്നെയാണ്, പക്ഷേ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ജേർണൽ എൻട്രി ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് നറേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് ഡിവിഡൻഡ് ഇൻകം ആണെന്നുള്ളത്. യു ക്യാൻ ചൂസ് ദാറ്റ് ഓൾസോ. ഈ രണ്ടായിട്ട് എഴുതിയ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. ഡിവിഡൻഡ് ഇൻകം ആയിട്ട് നമ്മൾ കാണിച്ചു, എന്നിട്ട് അതിനെ പി ആൻഡ് എല്ലിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫോർമാറ്റ് എടുത്തതേ ഉള്ളൂ. ഇറ്റ് ഇസ് നോട്ട് എ കമ്പൽഷൻ. യു ക്യാൻ കമ്പൈൻ ദിസ് ആൻഡ് ഗിവ് എ സിംഗിൾ എൻട്രി. So we have completed the first part of this question. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. എന്തായിരുന്നു മൈനോറിറ്റി ഇൻട്രസ്റ്റ്? നമ്മളുടെ ഡിസ്കഷനിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. The share capital or the portion of investments held by outsiders other than holding company-നെയാണ് ഈ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ മൈനോറിറ്റി ഇൻട്രസ്റ്റിന്റെ കമ്പ്യൂട്ടേഷൻ നമ്മൾ നടത്തുന്നത് എങ്ങനെയാണ്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് വിൽ ബി കമ്പ്യൂട്ടഡ്. എങ്ങനെയായിരിക്കും കമ്പ്യൂട്ട് ചെയ്യുന്നത്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്കുള്ള കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഔട്ട്സൈഡർ ഷെയർ ഓഫ് നെറ്റ് അസെറ്റ്സ് ഓഫ് സബ്സിഡിയറി പ്ലസ് ഔട്ട്സൈഡർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഏൺഡ് ഡ്യൂറിംഗ് ദ ഇയർ. അതായത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് അവർക്ക് അസറ്റ്സിന്മേലുള്ള ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നെറ്റ് അസറ്റിന്മേലുള്ള അവരുടെ റൈറ്റും അതിനോടൊപ്പം പുതിയതായിട്ട് ഈ വർഷം എന്തെങ്കിലും ലാഭമോ നഷ്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും ഇവർക്ക് കിട്ടണം അല്ലേ? സോ അതാണ് കോമ്പിനേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫോർമുല ആയിട്ട് തന്നിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും മൈനോറിറ്റി ഇൻട്രസ്റ്റ്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് 2 ഡേറ്റിൽ നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ഡേറ്റ്? ഒന്ന് അക്വിസിഷൻ നടക്കുന്ന ഡേറ്റും രണ്ടാമത്തേത് 1 വർഷത്തിന് ശേഷമാണ്. So we will just give a heading 1/1/2011. ഇതെല്ലാം ഒരേ ബുക്സിലുള്ളതാണ്, അതായത് എല്ലാം XYZ ലിമിറ്റഡിന്റെ ബുക്സിലുള്ളതാണ്. അതുകൊണ്ട് ഒരു കോമൺ ഹെഡിങ് ആയിട്ട് അങ്ങ് കൊടുത്ത് എഴുതിയാൽ മതി. മൈനോറിറ്റി ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടേഷൻ അല്ലേ? സോ മൈനോറിറ്റി ഇൻട്രസ്റ്റിൽ വരാൻ പോകുന്നത് ഔട്ട്സൈഡേഴ്സ് ഷെയർ ഓഫ് നെറ്റ് അസറ്റ്സ് 20% ആണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. കാരണം 80% ഹോൾഡിംഗ് ആണെങ്കിൽ ബാക്കി 20% ആയിരിക്കും മൈനോറിറ്റി. ഇനി ജനുവരി 1 എന്തൊക്കെയായിരുന്നു സബ്സിഡിയറി കമ്പനിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന നെറ്റ് അസറ്റ്സ്? ഇവിടെ നെറ്റ് അസറ്റ്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാം, വീണ്ടും നെറ്റ് വർത്ത് വേണമെങ്കിലും റൂട്ടിൽ കൂടെ വേണമെങ്കിലും നമുക്ക് പോകാം. നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാലും ഇവിടെ നമ്മൾക്ക് നെറ്റ് വർത്ത് ആണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നെറ്റ് വർത്ത് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ആണ് തന്നിരിക്കുന്നത്. 2 രീതിയിൽ പോയാലും ആൻസർ ഒന്ന് തന്നെയായിരിക്കും. പോകുന്ന മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന പാത്ത് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. അത് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷൻ ആണോ തന്നിരിക്കുന്നത് അത് വെച്ചിട്ട് പോകുക. ഇനി രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചൂസ് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് നെറ്റ് വർത്ത് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ആണ് തന്നിരിക്കുന്നത്. അക്വിസിഷൻ നടക്കുന്ന അന്ന് സബ്സിഡിയറി കമ്പനിയുടെ ബുക്സിൽ ഉണ്ടായിരുന്ന ക്യാപിറ്റൽ തന്നു 1 lakh. അന്നത്തെ ദിവസം അക്യുമുലേറ്റഡ് ആയിട്ട് കിടന്ന പി ആൻഡ് എൽ തന്നു. അപ്പോൾ ഈ 2 ഇൻഫർമേഷനും 80% ഹോൾഡിംഗ് കമ്പനിക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ ബാക്കി 20% ആർക്ക് അവകാശപ്പെട്ടതാണ്? ഇറ്റ് ഈസ് ഫോർ ദ മൈനോറിറ്റി ഇൻട്രസ്റ്റ്. സോ ജനുവരി 1 എന്തൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്? ഷെയർ ക്യാപിറ്റൽ എന്തായാലും കിട്ടണം അല്ലേ? ഷെയർ ക്യാപിറ്റൽ ആൻഡ് പി ആൻഡ് എൽ. നമ്മൾക്കിത് അക്യുമുലേറ്റഡ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എന്ന് വിളിക്കാം. ആ സെപ്പറേഷൻ എഴുതുന്നതിന് കാരണമുണ്ട്. വി വിൽ ഗെറ്റ് ടു നോ ഇറ്റ് വെൻ വി ഡു ദി സെക്കൻഡ്. സോ ഷെയർ ക്യാപിറ്റൽ എത്രയുണ്ട്? ഷെയർ ക്യാപിറ്റൽ ടോട്ടൽ 1 lakh ഉണ്ട്. ഫുൾ 1 lakh നമ്മൾക്ക് കിട്ടാനുള്ളതാണോ? അല്ല. 1 lakhന്റെ 20% ആണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ്. സോ therefore 20,000. ആൻഡ് വാട്ട് അബൌട്ട് പി ആൻഡ് എൽ എത്ര ഉണ്ടായിരുന്നു? ഓപ്പണിംഗിൽ 60,000 ആയിരുന്നു ഉള്ളത്. 60,000ന്റെ 20%. സോ വി ക്യാൻ സേ 12,000. ഇതിന്റെ കമ്പ്യൂട്ടേഷൻ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതാം. 1 lakhന്റെ 20% ആൻഡ് 60,000ന്റെ 20%. So January 1 അത്രയും ഉള്ളൂ നെറ്റ് അസറ്റ്സിന്റെ ഇൻഫർമേഷൻ. സോ ദാറ്റ് വിൽ ബി ദ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഓൺ 1/1/2011. ഇനി മൈനോറിറ്റി ഇൻട്രസ്റ്റ് വീണ്ടും നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് 31st ഡിസംബറിന്. അന്നും ഷെയർ ക്യാപിറ്റൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഷെയർ ക്യാപിറ്റൽ സെയിം ആണ്, 1 lakh തന്നെയാണ്. സോ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഷെയർ ക്യാപിറ്റൽ എത്രയുണ്ട്? സെയിം 20,000. 1 lakhന്റെ 20%. ഇനി പി ആൻഡ് ഓപ്പണിംഗ് ബാലൻസ് 60,000 തന്നെയാണ്. ഇനി
എന്തെങ്കിലും മാറ്റം ആ പി ആൻഡ് എല്ലിൽ വന്നിട്ടുണ്ടോ? പുതിയ വർഷം ഒരു 20,000 രൂപ അഡീഷണലി പ്രോഫിറ്റ് ഉണ്ടാക്കി. ഇനി ആ പ്രോഫിറ്റ് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ആ 20,000 എടുക്കാമായിരുന്നു. പക്ഷെ ഇവിടെ പ്രോഫിറ്റ് 20,000ഉം അതിൽ നിന്ന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു എന്നും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡും കൂടെ കളഞ്ഞതിന് ശേഷമുള്ള ബാക്കി എമൗണ്ട് ആണ് കറണ്ട് ഇയർ പി ആൻഡ് എൽ ബാലൻസ് അല്ലേ. അപ്പോൾ ഈ ഓപ്പണിംഗ് ബാലൻസ് ഒന്ന് സെപ്പറേറ്റ് എഴുതിയെങ്കിലും ഓപ്പണിംഗ് ബാലൻസിന്റെ കൂടെ കറണ്ട് ഇയർ പ്രോഫിറ്റും കൂടെ ആഡ് ആവും. When we talk about the second date on which you have to find out the minority interest, which is balance sheet date. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പി ആൻഡ് എല്ലിന്റെ കൂടെ തന്നെ ബൈഫിക്കേഷൻ ഒന്നും ബ്രാക്കറ്റിൽ കൊടുക്കാതെ എമൗണ്ടിന്റെ ഇവിടെ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. അത് നമ്മളുടെ ചോയ്സ് ആണ്. കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയേ ഉള്ളൂ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസിന്റെ എമൗണ്ട് 31st മാർച്ചിലും സെയിം തന്നെയാണ്. കറണ്ട് ഇയർ പ്രോഫിറ്റ് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയത് കൊണ്ടാണ് ആദ്യത്തെ 2 പോയിന്റ് സെയിം ആയിട്ട് തോന്നും. സോ കറണ്ട് ഇയർ പ്രോഫിറ്റ് എത്രയുണ്ടായിരുന്നു? 20,000 പ്രോഫിറ്റ് ആയിട്ട് ഏൺ ചെയ്തു. പക്ഷെ അതിൽ നിന്നൊരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. അപ്പം ശരിക്കും നെറ്റ് പ്രോഫിറ്റ് എത്രയേ ഉള്ളൂ? ബാലൻസ് 5,000. അതിൻ്റെ 20% ആർക്ക് കിട്ടണം? should be given to minority interest. So therefore 5,000 ന്റെ 20% എന്ന് പറയുമ്പോൾ 1,000 rupees. So we can see 33,000 is the minority interest on 31st December 2011. Now, we were also asked to find out any goodwill or capital reserve at the date of acquisition. At the date of acquisition എന്നാണ് January 1, 2011. അന്ന് എന്തെങ്കിലും goodwill or capital reserve ഉണ്ടോ എന്നത്. So, next portion of our answer, cost of control on 1/1/2011. So, first point എന്തായിരുന്നു അതിൽ വരുന്നത്? ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ആണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. സോ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ് ഓഫ് ABC ലിമിറ്റഡ് എത്ര രൂപയ്ക്കാണ് അവർ വാങ്ങിച്ചത്? ഫോർ 1,40,000. ഇവിടെ ഡിവിഡൻഡിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? വാട്ട് ഈസ് 15,000? ആ ഡിവിഡൻഡിൽ എന്തെങ്കിലും പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് ഉണ്ടോ? പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് ഒന്നുമില്ല. പോസ്റ്റ് അക്വിസിഷൻ ഡിവിഡൻഡ് ഉണ്ട്. പോസ്റ്റ് അക്വിസിഷൻ ഡിവിഡൻഡ് 12,000 ഉണ്ട് ഫോർ XYZ ലിമിറ്റഡ്. ബട്ട് വിൽ ഇറ്റ് അഫക്ട് മൈ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ്? നോ. ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റിനെ അഫക്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ്. അപ്പോൾ അതൊന്നും തന്നെ ഇല്ലാത്തത് കാരണം ഫുൾ 1,40,000 നമ്മൾക്ക് കോസ്റ്റ് ആയിട്ട് എടുക്കാം. പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് ആയിരുന്നു ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നതെങ്കിൽ ആ എമൗണ്ട് ഇവിടെ കുറയ്ക്കേണ്ട എമൗണ്ട് അങ്ങനെ. മൈനസ് share in net worth of ABC Limited. On which day? Net worth of ABC Limited നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓൺ അക്വിസിഷൻ ഡേറ്റ് ആണ്. അപ്പോൾ അന്നുണ്ടായിരുന്ന ഷെയർ ക്യാപിറ്റലും പി ആൻഡ് എല്ലുമാണ് കൺസേൺ. അന്നുണ്ടായിരുന്ന ഷെയർ ക്യാപിറ്റൽ ടോട്ടൽ 1 lakh, പി ആൻഡ് എൽ 60,000. അപ്പോൾ ടോട്ടൽ നെറ്റ് വർത്ത് ഓഫ് ABC Limited എത്ര ഉണ്ടായിരുന്നു? 1,60,000. അതിൻ്റെ 80% XYZ Limited വാങ്ങിച്ചതെങ്കിൽ we can say the share of XYZ Limited in ABC is 1,28,000 rupees. അപ്പോൾ 1,28,000 റുപ്പീസിൻ്റെ സാധനം നമ്മൾക്ക് കിട്ടിയുള്ളൂ. നമ്മൾ കൊടുത്തത് 1,40,000 ആണെങ്കിൽ we have paid additional foreign hidden asset which is nothing but goodwill to the extent of 12,000 rupees. Yeah, so I hope it is clear. So അതാണ് question number 5. ഇതും എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവർ ചെയ്യുന്നുണ്ട്. ഡിവിഡൻറ്റ് വരുന്നുണ്ട്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, കോസ്റ്റ് ഓഫ് കൺട്രോളും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുന്ന ഒരു പ്രോബ്ലമാണ്. നന്നായിട്ട് മനസ്സിലായി എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് വരുത്തുക. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അനദർ സ്മോളർ area or smaller question from this chapter in study material. Question number 7. H Limited acquired 3,000 shares in S Limited at a cost of 4,80,000 on 31/7/2011. The capital of S Limited consisted of 5,000 shares of 100 each, fully paid. Profit and loss account of this company for 2011 showed an opening balance of 1,25,000
25,000 and profit for the year was 3 lakh. At the end of the year, it declared a dividend of 40%. Record the entry in the books of H Limited, അതായത് holding company, in respect of the dividend. Assume calendar year as financial year. അപ്പോൾ ഫൈനാൻഷ്യൽ ഇയർ ആണ് കാലണ്ടർ ഇയർ. നമ്മൾക്ക് തന്നിരിക്കുന്ന 2011 ആണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ ഫൈനാൻഷ്യൽ ഇയർ ഒന്ന് എഴുതാം. 1/1/2011 തൊട്ട് 31/12/2011 വരെയുള്ള ഗ്യാപ്പാണ് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു പീരിയഡ്. നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പ്രോബ്ലത്തിലും അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത എല്ലാ പോയിന്റ്സിലും അക്വിസിഷൻ പലപ്പോഴും നടക്കുന്നു എന്ന് പറഞ്ഞ് തരുന്ന ഡേറ്റ് എല്ലാം ഓപ്പണിംഗ് ഡേറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്. ഇവിടെ 31/7 അക്വിസിഷൻ നടക്കുന്നത്. അതായത് വർഷം കുറച്ച് മുന്നോട്ട് പോയി ഇടയ്ക്ക് വെച്ചാണ് ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനി റിലേഷൻഷിപ്പ് ബിൽഡ് ആവുന്നത്, acquisition. അപ്പോൾ we can say that the profits of period after 31/7/2011 to ആ വർക്ക് നമ്മൾക്ക് തന്നിരിക്കുന്ന ഫൈനാൻഷ്യൽ ഇയർ ആയ ഡിസംബർ വരെ ഉള്ളതാണ് പോസ്റ്റ് അക്വിസിഷൻ പീരിയഡ്. ആൻഡ് 31/7/2011 മുന്നേ ഉള്ളതാണെങ്കിലോ ദാറ്റ് ഈസ് പ്രീ അക്വിസിഷൻ പീരിയഡ് അല്ലേ. എല്ലാം ഒരു ഫൈനാൻഷ്യൽ ഇയർ ആണ്, പക്ഷെ പോസ്റ്റ് ആൻഡ് പ്രീ ആകുന്നത് നമ്മൾ എന്ത് അക്വയർ ചെയ്യുന്നു ആ ഒരു ബേസിസിൽ വെച്ചാണ്. ഇത്രയും നേരം അല്ലെങ്കിൽ ഇത്രയും ക്ലാസ്സസിൽ നമ്മൾ ചെയ്ത ഒരു പ്രോബ്ലത്തിലും ആ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഇല്ലായിരുന്നു. എല്ലാം തന്നെ ഓപ്പണിംഗ് ഡേയിൽ തന്നെയാണ് അക്വിസിഷൻ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വലിയ ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ അക്വിസിഷൻ നടക്കുന്നത് ഇടയ്ക്ക് വെച്ചാണ്. സോ അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു 40%. അതായത് എന്നാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തത്? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തത് this day. So ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തപ്പോൾ എച്ച് ലിമിറ്റഡ് വാസ് ഓൾസോ എ ഷെയർ ഹോൾഡർ ഓൺ ദിസ് ഡേ. അപ്പോൾ എച്ച് ലിമിറ്റഡിനും കുറച്ചെങ്കിലും ഡിവിഡൻഡ് കിട്ടിക്കാണാം. എന്നാൽ ദാറ്റ് ഡിവിഡൻഡ് ഇസ് ഇറ്റ് ഫുള്ളി പ്രീ അക്വിസിഷൻ പീരിയഡ് ഡിവിഡൻഡ് ആയിരിക്കണമെന്നില്ല. കാരണം ഡിവിഡൻഡ് വർഷ അവസാനം ഡിക്ലെയർ ചെയ്തെങ്കിൽ ഒരു പരിധി വരെ ഈ ഒരു 12 മാസത്തെ ബിസിനസ് ചെയ്തുണ്ടായ ഒരു ലാഭത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ലാഭമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഡിക്ലെയർ ചെയ്ത ഡിവിഡൻഡ് ആയിരിക്കും. അപ്പോൾ ദിസ് ഡിവിഡൻഡ് ബിലോങ്സ് ടു 2011 calendar year. But is it fully post acquisition dividend or pre acquisition dividend for H Limited? അല്ല. എച്ച് ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഡിവിഡൻഡ് കിട്ടുമെങ്കിലും അതിൻ്റെ കുറച്ച് പോർഷൻ ഡിവിഡൻഡ് അയാൾക്ക് അർഹതപ്പെട്ടതാണ്. കാരണം അയാൾ ഓൾറെഡി ഷെയർ ഹോൾഡർ ആയിരുന്നു 31/7. അതിന് മുൻപ് ഉണ്ടായിരുന്ന സമയത്തോ അയാൾ ഷെയർ ഹോൾഡർ അല്ല, എന്നിട്ടും അയാൾക്ക് ഒരു ഡിവിഡൻഡ് കിട്ടും. കാരണം 12 മാസത്തെ ഡിവിഡൻഡ് ആണ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നത്. സോ ഇവിടെ പറയുന്ന ഈ ഡിവിഡൻഡ് ഡിക്ലറേഷനകത്ത് കുറച്ച് പ്രീ അക്വിസിഷൻ പോർഷനും ഉണ്ട്, കുറച്ച് പോസ്റ്റ് അക്വിസിഷൻ പോർഷനും ഉണ്ട്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ അതിന് ലെറ്റ് us come back to the question. ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്ര തന്നിട്ടുണ്ട്? ക്യാപിറ്റൽ പറയുന്ന 5000 ഷെയർസ് ഓഫ് 100 each. സോ ആ ഒരു ഇൻഫർമേഷൻ മാത്രം ഒന്ന് എഴുതാം. ഷെയർ ക്യാപിറ്റൽ ഇതെല്ലാം എസ് ലിമിറ്റഡിൻ്റെ ആണ്. ഹോൾഡിംഗ് കമ്പനിക്ക് എത്ര ഉണ്ടായിരുന്നു ക്യാപിറ്റൽ എന്നോ റിസർച്ച് സർപ്ലസ് ഒന്നും നമ്മളെ ബോദർ ചെയ്യുന്നൊരു കാര്യമല്ല. സോ ഷെയർ ക്യാപിറ്റൽ 5 lakh ഉണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു പറഞ്ഞത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദിസ് കമ്പനി 2007 ഷോഡ് ആൻ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് 1,25,000. അതായത് P&L അക്കൗണ്ട് ഓൺ 1/1/2011 1,25,000. ഷെയർ ക്യാപിറ്റലും 1/1/2011 5 lakh. പക്ഷെ ഷെയർ ക്യാപിറ്റൽ 31st ഡിസംബറിലും അതേ എമൗണ്ട് തന്നെയാണ്, അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ P&L ഓപ്പണിംഗ് ബാലൻസ് 1,25,000ഉം കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് 3 ലക്ഷം. സോ കറണ്ട് ഇയർ പ്രോഫിറ്റ് ഇസ് 3 lakh. അപ്പോൾ ഈ 3 lakhൽ നിന്ന് ഒരു ഡിവിഡൻഡ് പോകുന്നുണ്ട്. പക്ഷേ 3 lakhന്റെ ഡിവിഡൻഡിൽ ആർക്കൊക്കെ അവകാശമുണ്ട്? മൈനോറിറ്റി ഇൻട്രസ്റ്റ്, ഷെയർ ഹോൾഡർ. ആൻഡ് ഈ 3 lakhൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് കുറച്ച് പോസ്റ്റ് അക്വിസിഷൻ, കുറച്ച് പ്രീ അക്വിസിഷൻ, ഇതെല്ലാം കൂടി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഹൗ ആർ വി ഗോയിങ് ടു ട്രീറ്റ്? നോ P&L അക്കൗണ്ട് 1,25,000 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എന്നത്തെ ദിവസമാണ്? ദിസ് ഡേറ്റ്.
1/1/2011 അല്ലേ 1/1/2011 ഈ പ്രോഫിറ്റ് ഫോർ ദ ഹോൾഡിംഗ് കമ്പനി എച്ച് ലിമിറ്റഡ് ഈസ് ഇറ്റ് capital profit or a revenue profit? Why are we using the words capital profit? നമ്മൾ ഇന്ന് തിയറി പറഞ്ഞിരുന്നതാണെങ്കിലും പിന്നെ റിപ്പീറ്റ് ചെയ്തില്ലാന്നേ ഉള്ളൂ. പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് ക്യാപിറ്റൽ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ ഡിവിഡൻഡ് റവന്യൂ പ്രോഫിറ്റും ആണ്. ഇതേ റീസൺസ് കൊണ്ടാണ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കാനും പി ആൻഡ് എൽ അക്കൗണ്ടിലേക്കും പോകുന്നത്. അപ്പോൾ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നാണ് നമ്മൾ അതിനെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് we can say this P&L അക്കൗണ്ടിന്റെ ഈ ഓപ്പണിംഗ് ബാലൻസ് എച്ച് ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെയാണ് ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് അല്ലേ. എന്നാൽ അന്ന് അയാൾ ഷെയർ ഹോൾഡറേ അല്ല. അപ്പോൾ അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന ക്യാപിറ്റൽ മുഴുവൻ എച്ച് ലിമിറ്റഡ് പുറകോട്ട് പോയി ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റ് അതിൽ പറഞ്ഞിരിക്കുന്ന P&L അക്കൗണ്ട് എച്ച് ലിമിറ്റഡ് പറയാം ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റിലാണ്. ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും കൊണ്ടൊന്നും ഉണ്ടാക്കിയ ലാഭമൊന്നുമല്ല, ഞാൻ വരുന്നതിന് മുൻപേ എച്ച് ലിമിറ്റഡ് ഉണ്ടാക്കി വെച്ച ലാഭമാണ്. സോ ഇറ്റ്സ് എ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഫോർ മീ. വാട്ട് അബൌട്ട് കറണ്ട് ഇയർ പ്രോഫിറ്റ്? കറണ്ട് ഇയർ പ്രോഫിറ്റ് 3 lakh ഉണ്ടാക്കി. പക്ഷെ ആ 3 lakh വാസ് ഏൺഡ് ത്രൂ ഔട്ട് ദ ഇയർ. ഇപ്പം യൂണിഫോംലി ത്രൂ ഔട്ട് ദ ഇയർ തന്നെ നമ്മൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എല്ലാ മാസവും ഈക്വൽ പ്രപ്പോർഷനിലാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. Otherwise, they should have given the information as to എല്ലാ മാസവും എത്ര വെച്ച് അല്ലെങ്കിൽ എല്ലാ ക്വാർട്ടറിലും എത്ര ലാഭം വെച്ച് ഉണ്ടാക്കി അതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ 3 ലക്ഷമായി എന്നുള്ള ഇൻഫർമേഷൻ തരണമായിരുന്നു. അതൊന്നും തരാതെ പ്രോഫിറ്റ് ഫോർ ദി ഇയർ വാസ് 3 lakh എന്ന് പറഞ്ഞാൽ it indirectly means or within itself it means that 3 lakh പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് യൂണിഫോംലി ത്രൂ ഔട്ട് ദ ഇയർ ആണ്. അപ്പോൾ 3 lakh 12 months കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ can we not split it based on the acquisition date given to us? എന്താണ് acquisition date എന്ന് നമ്മളിവിടെ പറയുന്നത്? പ്രീ അക്വിസിഷൻ പീരീഡ് എച്ച് ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം എത്ര മാസമുണ്ട്? ജനുവരി 1 തൊട്ട് ജൂലൈ അവസാനം വരെ. സോ 7 months. What about post acquisition? August, September, October, November and December. That is 5 months. So if 3 lakh was earned over 12 months period, how much would have been for 7 months and 5 months? Can't we not find out? So pre-acquisition period ile profit എത്ര മാസമാണ്? 7 മാസമാണ്. പോസ്റ്റ് അക്വിസിഷൻ പീരീഡിലെ പ്രോഫിറ്റ് 5 മാസം. So 3 lakh into 7/12, we can say 1,75,000 ആണ് പ്രീ അക്വിസിഷൻ പീരീഡിന്റെ 7 മാസത്തെ ലാഭവും. ബാക്കി 3 lakhന്റെ 5/12, 1,25,000. So we can say this 1,75,000 also is a capital profit. കാരണം അയാള് ബിസിനസ്സിൽ അതായത് എച്ച് ലിമിറ്റഡ് ഈ ബിസിനസിന്റെ ഓണറായി ഷെയർ ഹോൾഡറായി വരുന്നതിന് മുൻപ് അക്വയർ ചെയ്ത പ്രോഫിറ്റ് ആണ്. So that is also a capital profit. And 1,25,000 is a revenue profit. Yeah. So have we understood this much? So now ഇത്രയും കാര്യങ്ങൾ അതായത് ഓൾറെഡി ഓപ്പണിംഗ് ബാലൻസിൽ കുറച്ച് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, കറണ്ട് ഇയറിൽ കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കി, അതും കുറച്ച് ക്യാപിറ്റലും കുറച്ച് റവന്യൂ ആണ്. ഈ ഒരു ബൈഫർക്കേഷൻ വന്നതിൻ്റെ ഒരേ ഒരു കാരണം ഇടയ്ക്ക് വെച്ചാണ് അക്വിസിഷൻ നടന്നതുകൊണ്ട് മാത്രമാണ്. 1/1/2011 തന്നെ നടന്നിരുന്നെങ്കിലോ ഓപ്പണിംഗ് ബാലൻസ് P&L ഫുള്ളി ക്യാപിറ്റൽ പ്രോഫിറ്റും കറണ്ട് ഇയർ പ്രോഫിറ്റ് എച്ച് ലിമിറ്റഡും കൂടെ ഷെയർ ഹോൾഡറായി വന്നതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് ഫുള്ളി റവന്യൂ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഇവിടെ ഇടയ്ക്ക് വെച്ച് അക്വിസിഷൻ നടന്നുകൊണ്ടാണ് ഈ ഒരു ബൈഫർക്കേഷൻ ഒക്കെ നമുക്ക് വരുന്നത്. സോ therefore ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് എത്രയുണ്ട്? ടോട്ടൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് of S Limited from H Limited's point of view.
അല്ല പെർസ്പെക്റ്റീവ്. അത് എഴുതണമെന്നില്ല, ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് സെൻറ്റൻസ് ആയിട്ട് എഴുതുന്നു. എത്രയുണ്ട്? 1,25,000 ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നത് പ്ലസ് അക്വിസിഷന് മുൻപുള്ള 7 മാസത്തെ പ്രോഫിറ്റ്. അത് രണ്ടും കൂടെ ചേരുമ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയുണ്ട്? 3 lakh. വാട്ട് അബൌട്ട് റവന്യൂ പ്രോഫിറ്റ്? റവന്യൂ പ്രോഫിറ്റ് അയാള് അല്ലെങ്കിൽ എച്ച് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഷെയർ ഹോൾഡറായി വന്നതിന് ശേഷം ഏൺ ചെയ്ത പ്രോഫിറ്റ് 1,25,000 rupees. ഇത്രയുമാണ് എസ് ലിമിറ്റഡ് ഏൺ ചെയ്തിട്ടുള്ള ടോട്ടൽ പ്രോഫിറ്റ്സ് എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഈ പ്രോഫിറ്റ്സ് ആർക്കൊക്കെ അവകാശപ്പെട്ടതാണ്? എസ് ലിമിറ്റഡിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആയ എച്ച് ലിമിറ്റഡിനും ബാക്കി ഇൻവെസ്റ്റേഴ്സിനും. ബാക്കി എന്ന് വെച്ചാൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ്. സോ therefore H Limited's share in capital profit എത്രയുണ്ട്? 3 lakh ആണ് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ. എച്ച് ലിമിറ്റഡിന്റെ ഷെയർ എത്ര കാണും? അവർ ഇൻവെസ്റ്റ് ചെയ്തു. ഇവിടെ പെർസെൻറ്റേജ് തന്നിട്ടില്ല, പകരമോ എത്ര ഷെയർസ് അക്വയർ ചെയ്തു എന്നാണ് പറയുന്നത്. 3000 ഷെയർസ് അക്വയർ ചെയ്തു. എസ് ലിമിറ്റഡിന് ടോട്ടൽ എത്ര ഷെയർ ഉണ്ട്? 5000 ഷെയർസ്. സോ എന്താണ് അക്വിസിഷൻ? 3/5. 3/5 എന്ന് വെച്ചാൽ how much percentage it is? 60%. സോ 3/5 ഷെയർ മാത്രമാണ് എച്ച് ലിമിറ്റഡിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ 3 lakh into 3/5 is 1,80,000. എച്ച് ലിമിറ്റഡിന്റെ ഷെയർ. അപ്പൊ ബാക്കി 1,20,000 ക്യാപിറ്റൽ പ്രോഫിറ്റിലെ ആർക്ക് അവകാശപ്പെട്ടതാണ്? മൈനോറിറ്റി ഇൻട്രസ്റ്റ്. ഇനി എച്ച് ലിമിറ്റഡ് ഷെയർ ഇൻ റവന്യൂ പ്രോഫിറ്റ് എത്ര? 1,25,000 ആണ് റവന്യൂ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. സോ അതിൻ്റെയും 3/5. സോ 1,25,000 into 3/5 is 75,000 rupees. Now let's come back to the question. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിവിഡൻഡ് കിട്ടിയത് എങ്ങനെയാണ് ബൈഫിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലേ? ഡിവിഡൻഡ് എത്ര ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്? 40%. സോ എത്ര ഡിവിഡൻഡ് ആയിരിക്കും എച്ച് ലിമിറ്റഡിന് കിട്ടിയിട്ടുണ്ടാവുക? 3,000 ഷെയർസ് ആണ് അവർ വാങ്ങിച്ചത്. അത് ഫേസ് വാല്യൂ 100. അപ്പോൾ അതിന്റെ 40% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1,20,000. ഈ 1,20,000 ഫുള്ളി പോസ്റ്റ് അക്വിസിഷൻ ആണോ പ്രീ അക്വിസിഷൻ ആണോ എന്നൊക്കെയാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ? അപ്പോൾ 1,20,000 ആണ് ആർക്ക് കിട്ടേണ്ടത്? എച്ച് ലിമിറ്റഡിന് കിട്ടേണ്ടത്. അപ്പം ആരുടെ പ്രോഫിറ്റിൽ നിന്നാണ് ഈ ഡിവിഡൻഡ് എച്ച് ലിമിറ്റഡിന് കിട്ടാൻ പോകുന്നത്? എസ് ലിമിറ്റഡിന്റെ പ്രോഫിറ്റ്. എസ് ലിമിറ്റഡ് കറണ്ട് ഇയറിൽ എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്തു? കറണ്ട് ഇയറിൽ അവർ ഏൺ ചെയ്തത് 3 lakh. അത് പ്രീയും പോസ്റ്റ് അക്വിസിഷനും എന്ത് തന്നെ ആയിക്കോട്ടെ, കറണ്ട് ഇയറിൽ ഏൺ ചെയ്തത് 3 lakh. ഈ 3 lakhൽ നിന്ന് ഡിവിഡൻഡ് 1,20,000 പേ ചെയ്യാൻ പറ്റില്ലേ? എസ് ലിമിറ്റഡിന് പറ്റും. അപ്പോൾ കറണ്ട് ഇയറിന്റെ 3 ലക്ഷത്തിൽ നിന്നായിരിക്കും എച്ചിനുള്ള ഡിവിഡൻഡ് കൊടുക്കുന്നത്. പക്ഷെ ആ കറണ്ട് ഇയർ പ്രോഫിറ്റിൽ തന്നെ എഗൈൻ പ്രീ ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ വരുന്നത്, അതായത് ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും എന്നുള്ള ബൈഫിക്കേഷൻ വരുന്നത്. സോ ഐഡിയലി സ്പീക്കിംഗ് ഈ ഒരു കമ്പ്യൂട്ടേഷൻ ഇല്ലെങ്കിലും ഈ ക്വസ്റ്റ്യൻ നമ്മൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം. പക്ഷെ എങ്ങാനും ഇതൊരു മൈനോറിറ്റി ഇൻട്രസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ടെക്സ്റ്റിലും ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ദിസ് പോയിന്റ് ഇസ് ആക്ച്വലി നോട്ട് റെലവെന്റ് to finally find out the answer that they are asking for. But this might assist you if ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്റ്റെൻസീവ് ആയിട്ട് വന്നാൽ P&L-ലേക്ക് എങ്ങനെ എഫക്റ്റ് വരുന്നു, അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്രയായിരിക്കും ഷെയർ ഓഫ് പ്രോഫിറ്റ് ക്യാപിറ്റൽ പ്രോഫിറ്റിലും റവന്യൂ പ്രോഫിറ്റിലും വരുന്നതെന്നൊക്കെ ചോദിച്ചാൽ ഇതേ മോഡലിൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യും. അപ്പോൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എച്ച് ലിമിറ്റഡിന് പകരം ഇവിടെ മൈനോറിറ്റിയുടെ ഷെയർ കണ്ടുപിടിക്കുക. 3/5 ആയിരിക്കും, അപ്പോൾ 2/5. അപ്പോൾ ഈ ഒരു പോർഷൻ ഞാനിപ്പോൾ ഈ ബ്രാക്കറ്റിൽ ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി നോട്ട് റെലവെന്റ് ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ബട്ട് ഈവൻ ദെൻ ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എങ്ങനെയായിരിക്കും എച്ച് ലിമിറ്റഡിന് ഷെയർ കിട്ടാൻ പോകുന്നത്. സോ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ ദാറ്റ് വി വർ ആസ്ക്ഡ്, 1,20,000 ആണ് അവർക്ക് കിട്ടേണ്ട ഡിവിഡൻഡ്. അപ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്നത് എന്തായാലും കറണ്ട് ഇയർ പ്രോഫിറ്റ് ആയ 3 ലക്ഷത്തിൽ നിന്നാണ്. എന്നാൽ കറണ്ട് ഇയർ പ്രോഫിറ്റിന് ക്യാപിറ്റൽ എന്നും
റവന്യൂ പ്രോഫിറ്റ് എന്നൊരു ബൈഫിക്കേഷൻ ഉണ്ട്. സോ അങ്ങനെ ഒരു ബൈഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ 1,20,000-നകത്ത് പ്രീ അക്വിസിഷൻ ഡിവിഡൻറ്റും കിടപ്പുണ്ട്, പോസ്റ്റ് അക്വിസിഷൻ ഡിവിഡൻറ്റും കിടപ്പുണ്ട്. പോസ്റ്റ് അക്വിസിഷൻ ഡിവിഡൻറ്റിനെ ഡിവിഡൻറ്റ് ഇൻകം ആയിട്ടും പ്രീ അക്വിസിഷൻ ഡിവിഡൻറ്റിനെ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് കുറയ്ക്കാനും നമ്മൾ ഉപയോഗിക്കണം അല്ലേ. സോ ആ ഒരു പോയിന്റ് ഡിസ്കഷന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പോർഷൻ വരെ, ഈ ഒരു ബൈഫിക്കേഷൻ വരെ കണ്ടുപിടിച്ച് വെച്ചത്. Because question is not clear in the sense at the end of the year dividend declare ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്നായിരിക്കും എന്തായാലും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്ത ഒരു പ്രോബ്ലം പോലെ തന്നെയായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5 ഇതുപോലെ തന്നെയാണ്. കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. പക്ഷെ അവിടെയൊക്കെ അക്വിസിഷൻ നടക്കുന്നത് ഇയർ സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ ആ വർഷം കിട്ടിയ ഫുൾ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ ആണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ നമ്പർ 7 ഇറ്റ്സ് ആക്ച്വലി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് അവിടെ പോസ്റ്റ് അക്വിസിഷൻ ഡിവിഡൻറ്റും പ്രീ അക്വിസിഷൻ ഡിവിഡൻറ്റും വരുന്നുണ്ട്. കാരണം അക്വിസിഷൻ നടക്കുന്നത് ഇടയ്ക്ക് വെച്ചാണ്. അപ്പോൾ കറണ്ട് ഇയർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്താലും അതിനുള്ളിൽ ഒരു ക്യാപിറ്റൽ എലമെൻറ്റും ഉണ്ട്, റവന്യൂ എലമെൻറ്റും ഉണ്ട്. അപ്പോൾ ഈ 1,20,000 കുറച്ച് ക്യാപിറ്റൽ പ്രോഫിറ്റ്, കുറച്ച് റവന്യൂ പ്രോഫിറ്റ് ആയിരിക്കും. സോ എത്രയായിരിക്കും റവന്യൂ പ്രോഫിറ്റ്, എത്രയായിരിക്കും ക്യാപിറ്റൽ പ്രോഫിറ്റ്, അത് നമുക്ക് അറിയില്ല അല്ലേ. അപ്പോൾ അതിന് രണ്ട് അപ്രോച്ചാണ് ജനറലി ഉള്ളത്. അത് ഫസ്റ്റ് അപ്രോച്ചാണ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. സെക്കൻഡ് അപ്രോച്ച് ജസ്റ്റ് പറയാം, ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി യൂസ്ഡ്. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ബെറ്റർ ടു ഓൾവേസ് ഗോ വിത്ത് ദ ഫസ്റ്റ് അപ്രോച്ച്. എന്താണ് ഫസ്റ്റ് അപ്രോച്ച്? സോ വി ഹാവ് എനിവേ രണ്ട് കോമ്പണൻസ് ഉണ്ടെന്ന് അറിയാം നമ്മൾക്ക് ഡിവിഡൻഡ് തരാൻ. ഒന്ന് ക്യാപിറ്റൽ പ്രോഫിറ്റ്സും മറ്റൊന്ന് റവന്യൂ പ്രോഫിറ്റ്സും. എത്രയായിരിക്കും ക്യാപിറ്റൽ പ്രോഫിറ്റ്സും റവന്യൂ പ്രോഫിറ്റ്സും? ടോട്ടൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയുണ്ട്? ഈ വർഷത്തെ 3 ലക്ഷം ലാഭത്തിൽ നിന്ന് 1,75,000 ക്യാപിറ്റൽ 1,25,000. ഇത് ഫുൾ ആൻഡ് ഫുൾ എച്ച് ലിമിറ്റഡിനുള്ളതാണോ? അല്ല, കുറച്ച് മൈനോറിറ്റി ഇൻട്രസ്റ്റിനും കൂടെ ചേർന്നതാണ് അല്ലേ. സോ ഫൈൻഡ് ഔട്ട് ദ റേഷ്യോ ഓഫ് എച്ച് ലിമിറ്റഡ്സ് ഷെയർ ഇൻ കറണ്ട് ഇയർ പ്രോഫിറ്റ്. എച്ച് ലിമിറ്റഡിന്റെ ഷെയർ മാത്രം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയുണ്ടായിരുന്നു? 1,75,000. അതിൽ എച്ച് ലിമിറ്റഡിന്റെ ഷെയർ എത്രയാണ്? 3/5. സോ വി ക്യാൻ സേ 1,05,000 ആണ് എച്ച് ലിമിറ്റഡിന് കിട്ടേണ്ട ക്യാപിറ്റൽ പ്രോഫിറ്റ്. വാട്ട് അബൌട്ട് റവന്യൂ പ്രോഫിറ്റ്? 1,25,000 3/5 ആയിരിക്കും എച്ച് ലിമിറ്റഡിന് കിട്ടുക. സോ 1,25,000 into 3/5. സോ 75,000. അപ്പോൾ അവർക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ, ഡയറക്റ്റ്ലി ലാഭം അവരുടെ അക്കൗണ്ടുകളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊപ്പോർഷനിൽ അല്ലെങ്കിൽ എമൗണ്ട് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. Now find out the ratio among these two profits. What is the ratio? 105:75. ഈ റേഷ്യോയിലായിരിക്കും ഡിവിഡൻറ്റും എച്ച് ലിമിറ്റഡിന് കിട്ടിയിട്ടുണ്ടാവുക. അതായത് 1,20,000 എന്ന് പറഞ്ഞ് കിട്ടേണ്ട ഡിവിഡൻറ്റിന് 105:75 റേഷ്യോയിലായിരിക്കും പ്രീ അക്വിസിഷൻ ഡിവിഡൻറ്റ് ആയിട്ടും, അതായത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ടും റവന്യൂ പ്രോഫിറ്റ് ആയിട്ടും ട്രീറ്റ് ചെയ്യുന്നത്. So therefore we can say entry എന്തായിരിക്കും? ബാങ്ക് അക്കൗണ്ടിൽ എച്ച് ലിമിറ്റഡിന് എത്ര രൂപ കിട്ടും? ഡിവിഡൻറ്റ് ആയ 1,20,000. ബട്ട് വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് വെദർ full amount is post acquisition dividend or pre acquisition dividend or a combination. അപ്പോൾ നമ്മളോട് പറയുകയാണ് ദ മോസ്റ്റ് കോമൺ അപ്രോച്ച് നമുക്ക് അറിയാൻ പറ്റുകയാണ്. ഫുൾ 3 ലക്ഷം ലാഭം കിട്ടിയതിൽ നിന്നാണ് ഡിവിഡൻറ്റ് വന്നിരിക്കുന്നത്. അതിൽ എത്ര ശതമാനം ഇവർ ഷെയർ ഹോൾഡർ ആയതിനു ശേഷമുള്ള പ്രോഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഡിവിഡൻറ്റ് ഉണ്ട്, ഇവർ ഷെയർ ഹോൾഡർ ആവുന്നതിന് മുൻപുള്ളതുണ്ട് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാകുക അല്ലേ. അപ്പം നമ്മൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് ടൈം ബേസിസ് വെച്ചിട്ട് അല്ലെങ്കിൽ ടൈം റേഷ്യോ വെച്ചിട്ടൊന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ഡിവിഡൻറ്റ് ഇൻകം 1,20,000 ഫുള്ള് കിട്ടേണ്ടത് ഈ റേഷ്യോയിലായിരിക്കും എന്ന് നമ്മൾ പറയും. റവന്യൂ പ്രോഫിറ്റ് 75 ഔട്ട് ഓഫ് 180 and capital profit 1.5. ആ ഒരു റേഷ്യോന് ചൂസ് ചെയ്യും. സോ therefore 1,20,000 will be split in this ratio 75/1.5.
അതായത് ഇവർക്ക് കിട്ടേണ്ട എച്ച് ലിമിറ്റഡിന് കിട്ടേണ്ട ഷെയർ ശരിക്കും എത്രയാണോ ആ ഒരു റേഷ്യോ കണ്ടുപിടിക്കുക. ആ റേഷ്യോ പ്രപ്പോർഷനിൽ തന്നെയായിരിക്കും ഡിവിഡൻറ്റിൻ്റെ കോമ്പസിഷന് വരുന്നത്. ക്യാപിറ്റലിൽ പ്രോഫിറ്റിൽ നിന്ന് എത്ര, റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് എത്ര. സോ 1,20,000 into 75 ഡിവൈഡഡ് ബൈ 180 ആണ് കേട്ടോ. 50,000. And what about remaining? Remaining dividend കിട്ടിയിട്ടുണ്ടാവുക ബാങ്കിലേക്ക് പൈസ വന്നതാണ്, ബട്ട് ഇറ്റ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ്. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് ആയിരിക്കും. അപ്പോൾ എങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ്. ആൻഡ് അഗൈൻ ചൂസ് ദി സെയിം റേഷ്യോ പ്രപ്പോർഷൻ. 1,20,000 105 ഔട്ട് ഓഫ് 180 അതാണ് ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ പ്രപ്പോർഷൻ. അപ്പോൾ 70,000 ആണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കണം ട്രീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ ഒരു എസ്റ്റിമേറ്റഡ് ഗസ് ആണ്, കാരണം ക്ലിയർ കട്ട് ആയിട്ട് നമ്മൾക്ക് ഇൻഫർമേഷൻ ഇല്ല ഡിവിഡൻഡ് പേ ഓഫ് ചെയ്യുന്നത് എവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് എച്ച് ലിമിറ്റഡിന്റെ ഷെയർ ഏത് പ്രപ്പോർഷനിലാണോ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ടും റവന്യൂ പ്രോഫിറ്റ് ആയിട്ടും അല്ലെങ്കിൽ പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷനും ആയിട്ട് കിടക്കുന്നത് അതേ പ്രപ്പോർഷൻ തന്നെയായിരിക്കും ഡിവിഡൻഡ് ഇൻകം എന്ന് പറയുന്ന ആ കോമ്പണന്റിലും ഉണ്ടാവുക. ഇതാണ് ജനറലി അക്സെപ്റ്റഡ് അപ്രോച്ച്. ഇപ്പോൾ ക്വസ്റ്റ്യൻ സൈലന്റ് ആണ്, അക്വിസിഷൻ നടക്കുന്നത് ഇടയ്ക്കാണ്, അവസാനത്തെ ദിവസം ഒരു ഡിവിഡൻഡ് ഡിക്ലറേഷനും ഉണ്ടെങ്കിൽ കുറച്ച് ക്യാപിറ്റൽ പോർഷനും കാണും, കുറച്ച് റവന്യൂ പോർഷനും കാണും. അപ്പോൾ നമ്മൾ ഈ ഒരു റേഷ്യോ ബേസിസിൽ വേണം തീരുമാനിക്കാൻ ഫുള്ള് കിട്ടിയ ഡിവിഡൻഡ് എത്രത്തോളമാണ് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് കുറയ്ക്കാൻ ഉപയോഗിക്കേണ്ടത്, എത്രത്തോളമാണ് ഡിവിഡൻഡ് ഇൻകം ആയിട്ട് പി ആൻഡ് എല്ലിലേക്ക് പോകണം. ഇവിടെ ഡിവിഡൻഡ് ഇൻകം എന്നോ അല്ലെങ്കിൽ പി ആൻഡ് എൽ അക്കൗണ്ട് എന്നോ എഴുതാം, നറേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. വാട്ട് ഈസ് ദ സെക്കൻഡ് അപ്രോച്ച്? സെക്കൻഡ് അപ്രോച്ച് ഇസ് നോട്ട് വെരി കോമൺലി ഫോളോഡ്. സോ ഐ ജസ്റ്റ് ഒന്ന് പറയത്തേ ഉള്ളൂ. സെക്കൻഡ് അപ്രോച്ച് അവർ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഇൻഫർമേഷൻ ഫുള്ളി അവൈലബിൾ അല്ലാത്തത് കാരണം ഏറ്റവും അവസാനം, അതായത് എച്ച് ലിമിറ്റഡും എസ് ലിമിറ്റഡും ഹോൾഡിംഗ് സബ്സിഡിയറി ആയതിനു ശേഷവും ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കിയ പ്രോഫിറ്റ് ആദ്യമേ യൂട്ടിലൈസ് ചെയ്യും ഡിവിഡൻഡ് ഡിക്ലറേഷന് വേണ്ടി. അതിനുശേഷമാണ് പ്രീവിയസ് പീരീഡിലേക്ക് പോകുന്നത്, ബിഫോർ അക്വിസിഷനിലേക്ക്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് റവന്യൂ പ്രോഫിറ്റ്സ് എത്രയുണ്ട്? 75,000 ഉണ്ട് അല്ലേ എച്ച് ലിമിറ്റഡിന്റെ ഷെയർ. ശരിക്കും പ്രോഫിറ്റ് എത്രയുണ്ട്? ടോട്ടൽ റവന്യൂ പ്രോഫിറ്റ് ഇവര് ഹോൾഡിംഗ് സബ്സിഡിയറി ആയതിനു ശേഷം 5 മാസത്തെ പ്രോഫിറ്റ് ആണ് 1,25,000. ആ 1,25,000 ഫുള്ളി എച്ച് ലിമിറ്റഡിന്റെ ആണോ? അല്ല, മൈനോറിറ്റിക്കും അവകാശപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ എച്ച് ലിമിറ്റഡിന്റെ ഷെയർ എത്രയുണ്ട്? 75,000. ആ 1,25,000. അപ്പം നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഏറ്റവും അവസാനം ഉണ്ടാക്കിയ പ്രോഫിറ്റ് വേണം ആദ്യമേ യൂട്ടിലൈസ് ചെയ്യാൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ. അപ്പോൾ ഈ റവന്യൂ പ്രോഫിറ്റ് എച്ച് ലിമിറ്റഡിന്റെ ഷെയർ ആയ 75,000 ഫുള്ളി എക്സോസ്റ്റ് ചെയ്യുന്നു ഡിവിഡൻഡ് പേ ഓഫ് ചെയ്യാൻ. ഡിവിഡൻഡ് എത്രയാണ് പേ ഓഫ് ചെയ്യേണ്ടത്? 1,20,000. അതിൽ റവന്യൂ പ്രോഫിറ്റ് മുഴുവനായിട്ടും ഉപയോഗിക്കുന്നു. എന്നിട്ട് അതിനുശേഷം ഇനിയും വേണ്ടത് എത്രയാണോ അത് മാത്രം പ്രീ അക്വിസിഷനിൽ നിന്ന് എടുക്കുന്നു. അതൊരു അസംഷൻ ബേസിലാണ്. സോ ദെയർഫോർ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത് 1,20,000 തന്നെയായിരിക്കും. പക്ഷെ ഏറ്റവും ആദ്യം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇവർ രണ്ടുപേരും ഹോൾഡിംഗ് സബ്സിഡിയറി ആയി ആ വർഷം തീരാറാവുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് ദ റവന്യൂ പ്രോഫിറ്റ്, അത് ഫുള്ളി എക്സോസ്റ്റ് ചെയ്യുക. അതായത് ഫുൾ 75,000 ഉപയോഗിക്കാം. 75,000 ഈ ക്വസ്റ്റ്യനിലായതുകൊണ്ടാണ് 75,000 ഇസ് നോട്ട് ദ ഫുൾ പ്രോഫിറ്റ് ഓഫ് ദോസ് 5 months. എച്ച് ലിമിറ്റഡിന്റെ ഷെയർ ഓഫ് ദോസ് 5 months പ്രോഫിറ്റ് 75. എന്നിട്ടും എന്തെങ്കിലും പൈസയുടെ ആവശ്യം വരികയാണെങ്കിൽ മാത്രം പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്ന് എടുക്കുക. അപ്പോൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എത്ര വേണ്ടി വരും? ഒരു 45,000 കൂടെ വേണ്ടി വരും. അങ്ങനെയായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സെക്കൻഡ് അപ്രോച്ചിൽ. പക്ഷേ സെക്കൻഡ് അപ്രോച്ച് ഫോളോ ചെയ്യുന്നതല്ല ഒരിക്കലും, വളരെ റെയർ ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെന്റൻസ് പറയണം, ഏറ്റവും അവസാനം ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റ് ആണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ ഉപയോഗിച്ചത്, എന്നിട്ട് പ്രീവിയസ് മാസങ്ങളിലേക്ക് പോയുള്ളൂ, എന്തെങ്കിലും ഷോർട്ട് ഫോൾ ആണ്. അങ്ങനെ ഒരു ക്ലിയർ കട്ട് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചൂസ് ചെയ്യാവുള്ളൂ. അതർവൈസ് ഡു നോട്ട് ചൂസ് ദാറ്റ്. ഓൾവേസ് ഫസ്റ്റ് അപ്രോച്ച് ചൂസ് ചെയ്യണം. എച്ച് ലിമിറ്റഡ് അല്ലെ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ഇൻ കറണ്ട് ഇയർ പ്രോഫിറ്റ് എങ്ങനെയുണ്ടോ ആ പ്രപ്പോർഷൻ, ആ റേഷ്യോയിലായിരിക്കണം ഡിവിഡൻറ്റിനെയും സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആസ് പ്രീ ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ ഡിവിഡൻറ്റ്. സോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. ഇത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ തന്നെ എടുത്തിരിക്കുന്ന എക്സാമ്പിളാണ്. വളരെ നല്ലൊരു എക്സാമ്പിളാണ്, എല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇല്ലസ്ട്രേഷൻ നമ്പർ
5 from study material. Yeah. So make sure you go ahead and ഇങ്ങനെ തന്നെയാണ് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് റെലവൻറ്റ് അല്ലാത്തൊരു പോർഷൻ ഇതാണ്. നമ്മൾ ടെക്സ്റ്റിൽ ഇങ്ങനൊരു പോയിന്റ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് ലേറ്റർ ഓൺ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ ഈ ഒരു കമ്പ്യൂട്ടേഷനൊക്കെ ആവശ്യം വരികയാണെങ്കിൽ ഒരു ഹിൻഡ് എന്നുള്ള രീതിയിൽ തന്നുള്ളൂ. പക്ഷേ ടു ബി വെരി ഫ്രാങ്ക് ഓർ ഓണസ്റ്റ്, ഇത്രയും ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് ദിസ് ക്വസ്റ്റ്യൻ റെലവൻറ്റ് ആയി. You can use it for any other question in similar nature if some extensive points are added on to the same type of question. Yeah? So illustration number 7. Now we will take up illustration question number 8. Question number 8 and question number 9 November 2020 RTP il vandirikkunnaanu. Adu angane thanne njan eduttirikkunnanu and same type nammude study material ulladana. So let us quickly discuss. Question number 8. അപ്പോൾ ഇത് തിയറി ആണ്. question number 8 വരുന്നത്. A Limited holds 80% of equity capital and voting power in B Limited. അപ്പോൾ holding subsidiary ആരാണെന്ന് കിട്ടി. holding and subsidiary. A Limited sells inventories costing 180 lakhs to B Limited at a price of 200 lakhs. അതായത് ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനിക്ക് വിൽക്കുകയാണ്. ഹോൾഡിംഗ് ടു സബ്സിഡിയറി. ഇവിടെ ഇൻവെൻട്രീസ് വിറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ടു ദ ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഇതൊരു ഡൗൺ സ്ട്രീം സെയിലാണ്. The entire inventories remain unsold with B Limited at the financial year end 31st March 2011. അപ്പോൾ ഇതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. സോ ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസിന്റെ പോയിന്റിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസ് എലിമിനേറ്റ് ചെയ്യണം കൺസോളിഡേഷന്റെ സമയത്ത്. അതുവഴി ജനറേറ്റ് ആവുന്ന അൺറിയലൈസ്ഡ് പ്രോഫിറ്റും ഇൻട്രാ ഗ്രൂപ്പ് ബാലൻസസും എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻവെന്ററി വിറ്റിട്ട് ഉള്ള ട്രാൻസാക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു സെയിൽ ആൻഡ് പർച്ചേസ് നടന്നു. അപ്പോൾ ഇത് എവിടെയൊക്കെ എഫക്റ്റ് ആയിട്ടുണ്ട്? എ ലിമിറ്റഡ് അതായത് ഹോൾഡിങ്ങിൻ്റെയും സബ്സിഡിയറിയുടെയും ഡൗൺ സ്ട്രീം സെയിലിൽ ഹോൾഡിങ്ങിൻ്റെ സെയിലിലും സബ്സിഡിയറിയുടെ പർച്ചേസിലും ഇത് വന്നിട്ടുണ്ട്. സോ ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ ആണ്. അവിടെ നിന്ന് ഇതിനെ എലിമിനേറ്റ് ചെയ്യാം. ഇനി ഇതേ സാധനം ബി ലിമിറ്റഡിന് കിട്ടി, പക്ഷെ ബി ലിമിറ്റഡിന് അൾട്ടിമേറ്റ് കസ്റ്റമറിന് വിൽക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് still lying in the closing stock of B Limited. അപ്പോൾ എന്തൊക്കെയുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്നും എന്തും കൂടെ നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. We will have to eliminate any unrealized profit element also. Yeah, unrealized profit element കൂടെ നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. സോ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത്? എ ലിമിറ്റഡിന് സെയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ബി ലിമിറ്റഡിന് പർച്ചേസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. So the first point that you will have to remember is to remove intra-group transactions. എന്താണ് ഇവിടെ intra-group transactions ആയിട്ടുള്ളത്? ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ ആയിട്ടുള്ളത് സെയിൽ ആൻഡ് പർച്ചേസ് ഇൻ എ ലിമിറ്റഡ് ആൻഡ് ബി ലിമിറ്റഡ്. അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അറ്റ് വാട്ട് പ്രൈസ്? യു ഹാവ് ടു എലിമിനേറ്റ് കോസ്റ്റ് ഓഫ് സെയിൽസ്. അതായത് സെല്ലിംഗ് പ്രൈസ് അല്ല നമ്മൾ റിമൂവ് ചെയ്യുന്നത്. സെയിൽ ആരുടെ സൈഡിലാണുള്ളത്? ആരുടെ ബുക്സിലാണുള്ളത്? എ ലിമിറ്റഡിൻ്റെ ബുക്സിൽ. ബി ലിമിറ്റഡിൻ്റെ ബുക്സിൽ പർച്ചേസ് ആയിട്ടും ഉണ്ടല്ലേ. അപ്പം നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് സെയിലാണ്. കോസ്റ്റ് ഓഫ് സെയിലാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. അതായത് സെല്ലിംഗ് പ്രൈസ് അല്ല, കോസ്റ്റ് ഓഫ് സെയിലാണ് ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ്റെ റിമൂവലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത്. പ്ലസ് യു ഓൾസോ എലിമിനേറ്റ് ദ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഫ്രം closing stock of B Limited and from P&L account of A Limited.
കാരണം വിറ്റത് ആരാണ്? എ ലിമിറ്റഡ് ആണ്. അപ്പൊ അവരുടെ ലാഭത്തിലാണ് ഈ സെല്ലിംഗ് പ്രൈസിൽ അടങ്ങിയിരിക്കുന്ന പ്രോഫിറ്റ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ആ പ്രോഫിറ്റ് ആ പി ആൻഡ് എല്ലിന്റെ ബാലൻസിൽ നിന്നും എലിമിനേറ്റ് ചെയ്യണം. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൽ ബിയുടെ എമൗണ്ട് തന്നിരിക്കുന്നത് ഈ ഇൻവോയ്സ് പ്രൈസ് ചേർത്താണ്. അപ്പോൾ അതിൽ നിന്ന് അൺറിയലൈസ് പ്രോഫിറ്റും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഈ റിമൂവ് ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് സെയിൽ ദാറ്റ് ഹാസ് ടു ബി എലിമിനേറ്റഡ്. കോസ്റ്റ് എത്രയുണ്ട്? 180 lakh ആണ് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് ആണ് 200 lakh. സോ ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷന്റെ ഭാഗമായിട്ട് 180 lakhs എലിമിനേറ്റ് ചെയ്യുക. ഇനി അടുത്തത് എന്താണ്? അൺറിയലൈസ് പ്രോഫിറ്റ് ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്ന് മാറ്റും. അൺറിയലൈസ് പ്രോഫിറ്റ് എത്രയുണ്ട്? 150 ലക്ഷത്തിന്റെ സാധനം 200 ലക്ഷത്തിന് കൊടുത്തപ്പോൾ വി ക്യാൻ സേ 20 lakhs ഇസ് ദ അൺറിയലൈസ് പ്രോഫിറ്റ്. അത് ഇൻവെന്ററിയിൽ നിന്ന് മാറ്റുക. അതും നമ്മൾക്ക് ക്ലിയർ ആണ്. ദിസ് ഇസ് 180 lakhs. ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബിക്കോസ് ദാറ്റ് പോർഷൻ ചേഞ്ചസ് ബേസ്ഡ് ഓൺ വെദർ ഇറ്റ്സ് എ ഡൗൺ സ്ട്രീം സെയിൽ ഓർ വെദർ ഇറ്റ്സ് എൻ അപ് സ്ട്രീം സെയിൽ. അപ്പോൾ പി ആൻഡ് എൽ ഓഫ് ദ സെല്ലിംഗ് കമ്പനിയുടെ ബുക്സിൽ നിന്ന് മാറ്റണം. ഇവിടെ സെല്ലിംഗ് കമ്പനി ആരാണ്? എ ലിമിറ്റഡ്. എ ലിമിറ്റഡ് ആണ് ഹോൾഡിംഗ് കമ്പനി അല്ലേ. അപ്പോൾ ഹോൾഡിംഗ് കമ്പനിയുടെ പി ആൻഡ് എൽ ആണെങ്കിൽ അത് ഡയറക്ട്ലി പി ആൻഡ് എൽ അക്കൗണ്ട് ഓഫ് ഹോൾഡിംഗ് കമ്പനിയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ബിക്കോസ് ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ മൈനോറിറ്റി എന്നൊന്നും പറയില്ല. ആരുടെ ഷെയർ ഹോൾഡേഴ്സിനെയാണ് നമ്മൾ തരംതിരിക്കുന്നത്? ഹോൾഡിംഗ് ആയിട്ടും മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആയിട്ടും. സബ്സിഡിയറിയുടെ ഷെയർ ഹോൾഡേഴ്സിന്. അപ്പൊ സബ്സിഡിയറി എന്തെങ്കിലും ലാഭം ഉണ്ടാക്കി അത് എലിമിനേറ്റ് ചെയ്യേണ്ടി വന്നാൽ മാത്രമാണ് മൈനോറിറ്റി എഫക്റ്റ് ആവുന്നത്, ഹോൾഡിംഗ് കമ്പനി എഫക്റ്റ് ആവുന്നത്. ഹോൾഡിംഗ് കമ്പനിയുടെ പി ആൻഡ് എൽ ആണെങ്കിൽ യു ഡയറക്ട്ലി റെഡ്യൂസ് ഫ്രം ദ പി ആൻഡ് എൽ ഓഫ് ദാറ്റ് ഹോൾഡിംഗ് കമ്പനി. വെരി സ്ട്രേറ്റ് ഫോർവേഡ്. ഈ ഒരു പോയിന്റ് അപ് സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന തിയറിയിലുള്ളതാണ്. ഡൗൺ സ്ട്രീം സെയിൽ ആണെങ്കിൽ ജസ്റ്റ് പി ആൻഡ് എൽ നമ്മൾ എലിമിനേറ്റ് ചെയ്താൽ മതി, അധികം ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. സോ അതാണ് സെക്കൻഡ് പോയിന്റ് റിമെമ്പർ. സോ ഇതും 20 lakhs പി ആൻഡ് എല്ലിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുക. അപ്പം മനസ്സിലാകും. കോസ്റ്റ് ഓഫ് സെയിൽ ആയിട്ട് 180 lakhs എലിമിനേറ്റ് ചെയ്തു. പി ആൻഡ് എല്ലിൽ നിന്ന് 20 എന്ന് പറയുമ്പോൾ നമ്മൾ ആ സെല്ലിംഗ് പ്രൈസ് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതിന്റെ തിയറി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ. ആൻഡ് ഇറ്റ് ഈസ് ഇലസ്ട്രേഷൻ നമ്പർ 8 ഫ്രം യുവർ സ്റ്റഡി മെറ്റീരിയൽ, ഫ്രം ദ ന്യൂ സ്റ്റഡി മെറ്റീരിയൽ. മെയ് 2021 എക്സാം എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ആ സ്റ്റഡി മെറ്റീരിയൽ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നവംബർ 2020 RTPയിലും സെയിം ക്വസ്റ്റ്യൻ ആണ്. ഐ ബിലീവ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനില്ല, സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അത് രണ്ടും നിങ്ങൾ നോക്കിക്കോളുക. ഇനി രണ്ടാമത്തെ പോയിന്റ്, എ ഹോൾഡ്സ് 75% ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് വോട്ടിംഗ് പവർ ഇൻ ബി ലിമിറ്റഡ്. അപ്പോൾ എ ആണ് ഹോൾഡിംഗ്, ബി ആണ് സബ്സിഡിയറി. എ ലിമിറ്റഡ് പർച്ചേസസ് ഇൻവെന്ററീസ് കോസ്റ്റിംഗ് 150. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കേസിൽ ഡൗൺ സ്ട്രീം സെയിലാണ്, സോറി അപ്സ്ട്രീം സെയിലാണ്. എന്താണ് അപ്സ്ട്രീം സെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്? ഹോൾഡിംഗ് കമ്പനി എ ലിമിറ്റഡ് ആണ്, സബ്സിഡിയറി കമ്പനിയാണ് ബി ലിമിറ്റഡ്. അപ്പോൾ സെയിൽ നടന്നിരിക്കുന്നത് അപ്സ്ട്രീം ആണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ബി ലിമിറ്റഡും പർച്ചേസ് ചെയ്തിരിക്കുന്നത് എ ലിമിറ്റഡ്. സെയിം അപ്രോച്ച് ഫസ്റ്റ്, റിമൂവ് ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ, സെയിൽ ആൻഡ് പർച്ചേസ്. സെയിൽ ആൻഡ് പർച്ചേസ് ട്രാൻസാക്ഷൻസ്. പക്ഷെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസ് അല്ല, കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് എലിമിനേഷൻ നടക്കുന്നത്. ഈ ഒരു തിയറി മനസ്സിലായെങ്കിൽ ഡോണ്ട് വറി, നമ്മളൊരു ഫുൾ ഫ്ലെഷ് പി ആൻഡ് എൽ പ്രിപ്പറേഷൻ കൺസോളിഡേഷൻ ചെയ്യാൻ പോവുകയാണ്. സോ അതിൽ നമ്മൾ ആ എമൗണ്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട്. സോ യു ഡു നോട്ട് വറി അബൌട്ട് ദ തിയറി മെൻഷൻ ഹിയർ. പക്ഷെ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് എലിമിനേറ്റ് ചെയ്യുന്നുള്ള ഒരു പോയിന്റ് ഇവിടെ തിയററ്റിക്കലി എഴുതേണ്ടി വരും. അത് എത്രയാണ് എമൗണ്ട് ഈ ക്വസ്റ്റിനിൽ വന്നിരിക്കുന്നത്, എത്രയാണ് കോസ്റ്റ് നോക്കിയാൽ മതി. 150 lakhന്റെ സാധനം 200 ലക്ഷത്തിനാണ് കൊടുത്തെങ്കിൽ യു ഹാവ് ടു എലിമിനേറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ 150 lakhs പ്ലസ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യണം? ഇൻവെന്ററിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. ആരുടെ ഇൻവെന്ററിയിലാണ് ഇത് കിടപ്പുള്ളത്? എ ലിമിറ്റഡാണ് പർച്ചേസ് ചെയ്ത് അവരുടെ ഇൻവെന്ററിയിലായിരിക്കും കിടക്കുക. സോ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓഫ് 50 lakhs എലിമിനേറ്റ് ഫ്രം എ ലിമിറ്റഡ്സ് ഇൻവെന്ററി. ഇനി എ ലിമിറ്റഡിന് ഇൻവെന്ററിയിൽ തന്നെ മൈനസ് ചെയ്യണമെന്നില്ല,
കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ രണ്ട് കമ്പനിയുടെയും അസറ്റ്സും ലയബിലിറ്റി എല്ലാം ആഡ് ചെയ്യും, എന്നിട്ട് കോമൺ ആയിട്ടാണ് നമ്മൾ ഈ ഡിഡക്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എ ലിമിറ്റഡിൻ്റെ ഇൻവെൻട്രി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതിനോടൊപ്പം യു ഹാവ് ടു റെഡ്യൂസ് ഫ്രം ആരുടെ പി ആൻഡ് ആണ്, ആരാണ് ലാഭം ഉണ്ടാക്കിയത് അവരുടെ പി ആൻഡിൽ എലിമിനേറ്റ് ചെയ്യണം, ഫ്രം പി ആൻഡ് ഓഫ് ബി ലിമിറ്റഡ്. പക്ഷേ ഇവിടെയാണ് ക്യാച്ച് വരുന്നത്, അപ്സ്ട്രീം സെയിലാണ് ആ ഒരു പോയിന്റ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. What is the point that has to be? Understood. Upstream sale എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്സ്ട്രീം സെയിലിൽ ലാഭം ഉണ്ടാക്കുന്നത് സബ്സിഡിയറി ആണ്. അപ്പോൾ സബ്സിഡിയറിയുടെ പി ആൻഡ് എൽ എന്ന് പറയുന്നത് പി ആൻഡ് എൽ അക്കൗണ്ട് ഓഫ് ബി ലിമിറ്റഡ് സബ്സിഡിയറിക്ക് രണ്ട് അവകാശികളാണുള്ളത്. ആരൊക്കെയാണ്? വൺ ഇസ് ഹോൾഡിംഗ് കമ്പനി ആൻഡ് അതർ ഇസ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. So you have to reduce from the respective components. ഹോൾഡിംഗ് കമ്പനിയുടെ പി ആൻഡ് എല്ലിലേക്ക് ആഡ് ആയി പോകുന്ന എമൗണ്ടിൽ നിന്ന് ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ കുറയ്ക്കണം. എത്രയുണ്ട് ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ഇവിടെ? 75%. സോ 50 ലാഖിൻ്റെ 75% എന്ന് പറയുമ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 50 ലക്ഷം, അതാണ് എലിമിനേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയുടെ പെർസെൻറ്റേജ് 75%, 37.5. അത് ഹോൾഡിംഗ് കമ്പനിയുടെ പി ആൻഡ് എല്ലിലേക്ക് ആഡ് ആകുന്ന എമൗണ്ടിൽ നിന്ന് കുറയ്ക്കുക. മൈനോറിറ്റി ഇൻട്രസ്റ്റിന് അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ്? 25%. ദാറ്റ് ഇസ് 12.5 lakhs. അത് മൈനോറിറ്റി ഇൻട്രസ്റ്റിൻ്റെ കമ്പ്യൂട്ടേഷൻ നമ്മൾ ചെയ്തിട്ട് അവസാനം മൈനസ് ചെയ്ത് കുറയ്ക്കുമ്പോൾ പി ആൻഡ് എല്ലിൽ നിന്ന് ബി ലിമിറ്റഡിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് സ്പ്ലിറ്റ് വന്നിട്ടാണ് 50 lakhsനെ നമ്മൾ എലിമിനേഷൻ നടത്തുന്നത്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇപ്രാവശ്യത്തെ നവംബർ 2020 ആർട്ടിക്കിൾ. സോ മേക്ക് ഷുവർ നിങ്ങൾ അതിൻ്റെ ആൻസർ ഒന്ന് വായിച്ചു നോക്കുക. തിയറി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ള, തിയറിറ്റിക്കലി അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊന്ന് വായിച്ചു നോക്കിയിട്ട് പോകുക. സോ ഇഫ് യു ഗെറ്റ് എ ക്വസ്റ്റ്യൻ യു ക്യാൻ ഈസിലി ക്രാക്ക്. Yeah. So with that, question number 8 is complete. We move on to question number 9, which is also from November 2020 RTP. ഇവിടെ നമ്മളോട് from the following data determine minority interest on the date of acquisition and on the date of consolidation എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Now ഇതേ മോഡൽ ക്വസ്റ്റ്യന് സ്റ്റഡി മെറ്റീരിയലും ഉണ്ട്, പക്ഷേ സ്റ്റഡി മെറ്റീരിയൽ കുറച്ചും കൂടി എക്സ്റ്റെൻസീവ് ആണ്. ഈ ഒരൊറ്റ ടേബിളിന് അത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് മാത്രമല്ല, നമ്മളോട് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവും കൂടെ ഒക്കെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. കാരണം ഇവിടെ കോസ്റ്റ് എലമെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കണം. അപ്പോൾ ആർ ടി പിയിൽ നിന്ന് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് മൈനോറിറ്റി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് കമ്പ്യൂട്ടേഷനും കൂടി ഇതിൻ്റെ കൂടെ ചെയ്ത് നോക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്റ്റെൻസീവ് ക്വസ്റ്റ്യൻ ഇല്ലസ്ട്രേഷൻ നമ്പർ 1 ആയിട്ട് സ്റ്റഡി മെറ്റീരിയലിൽ കിടപ്പുണ്ട്. സോ വി വിൽ ക്വിക്ക്ലി ഫൈൻഡ് ഔട്ട്. അപ്പം നമ്മളോട് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് 5 കേസസ് തന്നിട്ടുണ്ട്. അതിൽ പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഓൺഡ്, സബ്സിഡിയറി കമ്പനിയുടെ പേരും പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഓൺഡ് എന്ന് പറയുന്നത്. സോ ദാറ്റ് മീൻസ് ഇവിടെ തന്നിരിക്കുന്നത് സബ്സിഡിയറി കമ്പനിക്ക് മേൽ ഹോൾഡിംഗ് കമ്പനിക്കുള്ള പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ്. സോ ഇതിൻ്റെ ബാക്കിയായിരിക്കും മൈനോറിറ്റി ഇൻട്രസ്റ്റ്. എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചതെന്ന് കോസ്റ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് റെലവൻറ്റ് ഫോർ മൈനോറിറ്റി ഇൻട്രസ്റ്റ്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ കോസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല. അതിപ്പോൾ മാത്രം നമുക്ക് വേണ്ടത് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് കമ്പ്യൂട്ട് ചെയ്യും. സോ ഇതൊരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് വെച്ചാൽ മതി. ഇനി ഡേറ്റ് ഓഫ് അക്വിസിഷൻ്റെ സമയത്തുള്ള, അതായത് 1/1/2019 അക്വയർ ചെയ്യുന്നത്, അന്നുള്ള ക്യാപിറ്റലും പി ആൻഡിലും ഉണ്ട്. കൺസോളിഡേഷൻ, അതായത് ഒരു വർഷം ബിസിനസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ക്യാപിറ്റലും പി ആൻഡിലും ഉണ്ട്. അപ്പോൾ 2 ഡേറ്റിലെയും മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഒന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇതേ മോഡൽ ഒരു ടേബിൾ തന്നെ നമുക്ക് ചെയ്തു പോയാൽ പെട്ടെന്ന് തന്നെ വർക്ക്ഔട്ട് ചെയ്യും. സോ one is cases, percentage of minority interest, minority interest on 1/1/2019 and 31/12. 31/12/2019. അപ്പോൾ ആദ്യത്തെ കേസ് എടുക്കാം. കേസ് എ.
പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഹോൾഡിംഗ് ഓഫ് ഹോൾഡിംഗ് 90% ആണെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 100-ൽ നിന്ന് 90 പോയാൽ ബാക്കി 10%. അപ്പം അതിന് നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ ഇവിടെ എഴുതാം 100 മൈനസ് 90. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 കോളം കൂടെ അഡീഷണലി ആഡ് ചെയ്തിട്ട് ആ കമ്പ്യൂട്ടേഷൻ കാണിക്കാം. ആ മോഡിഫിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ കുറച്ചും കൂടെ അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നത് ആ രീതിയിലൊക്കെ മോഡിഫൈ ചെയ്യാവുന്നതേ. ഇനി അടുത്തത് മൈനോറിറ്റി ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് എത്രയാണെന്ന് കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിൽ ക്യാപിറ്റലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഉണ്ട്, നമ്മൾക്ക് കിട്ടാനുള്ള മൈനോറിറ്റി ഇൻട്രസ്റ്റിന്റെ ഷെയറും ഉണ്ട്. സോ അന്നത്തെ ദിവസത്തെയുള്ള മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഇൻ വാല്യൂ എത്രയായിരിക്കും എന്ന് കാൻ വി ഫൈൻഡ് ഔട്ട്? ഹൗ മച്ച് വിൽ ദാറ്റ് ബി? ക്യാപിറ്റൽ അന്നേ ദിവസം എത്ര ഉണ്ടായിരുന്നു? 1,50,000 ആൻഡ് പ്രോഫിറ്റ് 75,000. സോ 90% ഹോൾഡിങ്ങിന്റെ ആണെങ്കിൽ ബാക്കി 10% 2,25,000 ആർക്കുള്ളതാണ്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നുള്ളത്, വിച്ച് ഇസ് 22,500. അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ ഒന്ന് എക്സ്പ്ലനേഷൻ എഴുതിക്കോളുക. 1,50,000 പ്ലസ് 75,000 ഇൻറ്റു 10%. ഓരോ കേസ് ആകുമ്പോൾ ഓരോ പെർസെൻറ്റേജും കമ്പ്യൂട്ടേഷനാണ്, അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ ഒന്ന് എഴുതിയാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ പ്രസൻറ്റേഷൻ ആണ്. അപ്പം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും എളുപ്പമാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ആൻസർ മാത്രം എഴുതിയാൽ ഫുള്ളി സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല. വർക്കിംഗ് നോട്ടും അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ രീതിയും കൂടെ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതേ കേസിൽ വർഷാവസാനം ലാഭമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്രയാണ്? ക്യാപിറ്റലും പ്രോഫിറ്റും ആഡ് ചെയ്യുക, അതിൻ്റെ 10%. സോ 1,50,000 പ്ലസ് 85,000 ഇൻറ്റു 10% is 23,500. സോ കേസ് എ കഴിഞ്ഞു. ഇതേപോലെ കേസ് ബി, കേസ് സി എല്ലാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. നെക്സ്റ്റ് ഇസ് കേസ് ബി. 75% ആണ് ഹോൾഡിംഗ് കമ്പനിയെങ്കിൽ 25% ആയിരിക്കും സബ്സിഡിയറി. ഇനി നിങ്ങൾ ഇതേപോലെ ഓരോ വർക്കിംഗ് നോട്ട് ബ്രാക്കറ്റിൽ എഴുതുക. 100 മൈനസ് 75%. And what was the capital and profit and loss account in that day? 1,40,000 plus 1,60,000. So 1,40,000 plus 60,000 into 25% ആണ് മൈനോറിറ്റി. സോ 2 ലാഖിൻ്റെ 25% എന്ന് പറയുമ്പോൾ we can say it is 50,000 rupees. Now what about ഇയർ എൻഡിൽ ക്യാപിറ്റൽ അങ്ങനെ തന്നെയാണ്, പക്ഷെ പി എൻഡിൽ 20,000 ആണ്. സോ 1,40,000 ഇൻറ്റു 20,000 25% ആയിരിക്കും കിട്ടുന്നത്. സോ വി ക്യാൻ സേ 1,60,000 25% എന്ന് പറയുമ്പോൾ 40,000. മൂവിങ് ഓൺ ടു കേസ് സി. 70% ആയിരുന്നു ഹോൾഡിംഗ്. സോ therefore 30% ആയിരിക്കും മൈനോറിറ്റി ഇൻട്രസ്റ്റ്. സോ മൈനോറിറ്റി ഇൻട്രസ്റ്റ് 30%. അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന അക്വിസിഷൻ എന്ന ക്യാപിറ്റലും പി ആൻഡിലും എത്രയാണ്? 40 പ്ലസ് 20. സോ 40,000 പ്ലസ് 20,000 ഇൻറ്റു 30%. സോ 60 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ 18,000. Now what was the P&L and capital on year end? 40 plus 20 മാറ്റമൊന്നുമില്ല. ചടങ്ങിൻ കമ്പ്യൂട്ടേഷൻ ഒന്ന് കാണിച്ചു കൊടുക്കുക. 40 plus 20,000 into 30%. Same amount, 18,000. Then we have case D. 95% ആണ്. സോ 5% ആയിരിക്കും മൈനോറിറ്റി ഇൻട്രസ്റ്റ്. $60 plus 35 എന്ന് പറയുമ്പോൾ 60 plus 35,000 5%. 95,000 into 5%. 4,750 ആയിരിക്കും മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഓൺ അക്വിസിഷൻ ഡേ. കൺസോളിഡേഷൻ എന്ന 60,000 പ്ലസ് 55,000 ആയി. സോ 60,000 പ്ലസ് 55,000 ഇൻറ്റു 5%. KC 100% ഹോൾഡിംഗ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? മൈനോറിറ്റി ഇൻട്രസ്റ്റ് 0.
പെർസെൻറ്റേജ് ആണ്. സോ ഈവൻ ഇഫ് നമ്മൾ എന്തെങ്കിലും കമ്പ്യൂട്ടേഷൻ ഇപ്പുറത്ത് എഴുതിയാലും ആൻസർ 0 ആയിരിക്കും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടേഷൻ എഴുതാം ഇതേ മോഡലിൽ, അല്ലാന്നുണ്ടെങ്കിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എനിവേ എല്ലാം എഴുതിയത് കാരണം ജസ്റ്റ് ഷോ ഇറ്റ് 40 + 40 ആൻഡ് 40 + 65 ആണ്. സോ കമ്പ്യൂട്ടേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ 40,000 + 40,000 into 0%. And consolidation date 40,000 plus 65,000 into 0%. So this is the computation of minority interest in this question, and ഇത് ഇപ്രാവശ്യത്തെ നവംബർ RTP-യിൽ ഉണ്ടായിരുന്നതാണ്. Now what if you have to find out goodwill or capital reserve in this case on the date of acquisition? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, നമ്മളുടെ സ്റ്റഡി മെറ്റീരിയൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പോലെ ഞാൻ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എന്ന് പറയുന്നതേ ഉള്ളൂ. കമ്പ്യൂട്ട് goodwill or capital reserve in above cases at the date of acquisition. Cases, shareholding, ഇത് ഞാനൊരു ടേബിൾ ഫോമിലാക്കുകയാണ് എളുപ്പത്തിന് വേണ്ടി, നമ്മൾ ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾക്ക് ഗുഡ്വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് കണ്ടുപിടിക്കാൻ വേണ്ടത്. സോ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ എന്താണ് നമ്മൾക്ക് വേണ്ടത്? നെറ്റ്വർത്ത് വേണം അല്ലേ? അപ്പോൾ നെറ്റ്വർത്ത് ടോട്ടൽ നെറ്റ്വർത്ത് ആണ് വേണ്ടത്, ടോട്ടൽ നെറ്റ്വർത്ത് അല്ല വേണ്ടത്, ഷെയർ ആണ് വേണ്ടത്. അപ്പോൾ ടോട്ടൽ നെറ്റ്വർത്ത് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഷെയർ ഓഫ് ഹോൾഡിംഗ് കമ്പനിയുടെ നെറ്റ്വർത്ത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഷെയർ ഓഫ് H Limited in net worth. Then finally goodwill അല്ലെങ്കിൽ capital reserve. So we have case A, shareholding ആദ്യത്തെ കേസിൽ 90% ആയിരുന്നു പറഞ്ഞേ, ആൻഡ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 2 lakh 1,75,000 98,700. സോ അതൊന്ന് 2 lakh. കേസ് ബി 75%. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഗുഡ്വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് കണ്ടുപിടിക്കാൻ നമുക്ക് മൈനോറിറ്റി ഇൻട്രസ്റ്റിന്റെ ഷെയർ അല്ല, ഹോൾഡിങ്ങിന്റെ ഷെയർ ആണ് വേണ്ടത്. അതുകൊണ്ടാണ് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഷെയർ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. കേസ് ബി 95% and case E 100%. 2 lakh 1,75,000 98,000 75,000 and 1 lakh. ടോട്ടൽ നെറ്റ്വർത്ത് അറ്റ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷനിലെ ഗുഡ്വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് ആണ്. അപ്പം നമുക്ക് ഈ ലാസ്റ്റ് 2 കോളം ആവശ്യമില്ല, ആദ്യത്തെ 2 ടേബിൾസ് മതി. ആദ്യത്തെ കേസിലെ നെറ്റ്വർത്ത് എത്രയുണ്ട്? Share capital plus P&L 1,50,000 plus 75. We can say it is 2,25,000. Total net worth ആണ് ഹെഡിങ്. ഇതിൻ്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ ആ കമ്പ്യൂട്ടേഷൻ എഴുതിക്കൊള്ളാം 1,50,000 plus 75. സോ 2,25,000 ആണ് ടോട്ടൽ നെറ്റ് വർത്ത് എങ്കിൽ അതിൻ്റെ 90% എന്ന് പറയുമ്പോൾ 2,02,500. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പേ ചെയ്തത് ഇത്രയും, ഷെയർ കിട്ടിയത് 2 lakh. അപ്പോൾ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ഗുഡ്വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്? കൊടുത്തത് 2 ലക്ഷം, കിട്ടിയത് 2,02,500 വർത്തുള്ള സാധനം. സോ ദെയർഫോർ ഇറ്റ്സ് എ ക്യാപിറ്റൽ റിസർവ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 2,500. നമ്മൾ ഇത്രയും നാളും ആ ഒരു സ്റ്റേറ്റ്മെന്റ് മോഡൽ ചെയ്തത് ഞാൻ ഈ ക്വസ്റ്റ്യനനുസരിച്ച് ഒന്ന് ഫോർമാറ്റ് ചെയ്ത് ടേബിൾ ആക്കിയേ ഉള്ളൂ. ചെയ്യുന്നത് സെയിം കാര്യം തന്നെയാണ്. ഇനി രണ്ടാമത്തെ കേസിലെ നെറ്റ്വർത്ത്, ടോട്ടൽ നെറ്റ്വർത്ത് എത്രയുണ്ട്? 1,40,000 plus 60. 2 lakh ആണ് ടോട്ടൽ നെറ്റ്വർത്ത്. സോ 2 lakh ആണ് ടോട്ടൽ നെറ്റ്വർത്ത് എങ്കിൽ ടോട്ടൽ നെറ്റ്വർത്തിൻ്റെ 75% എന്ന് പറയുമ്പോൾ 1,50,000. 1,75,000 രൂപ കൊടുത്തു 1,50,000 കിട്ടാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 25,000 ആണ് ഗുഡ്വില്ലിന് വേണ്ടി നമ്മൾ കൊടുത്തത്, കാരണം അഡീഷണൽ എന്തോ ഒരു ഹിഡൻ ആയിട്ടുള്ള അസറ്റിന് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ കേസ് total net worth is 40 plus 20, that is 60,000. Now 60,000ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഷെയർ ഹോൾഡിംഗ് ഉള്ളത്? 70,000. 70%. സോ ഷെയർ
in net worth എന്ന് പറയുന്നത് 42,000. 90,000 കൊടുത്തു 42,000 കിട്ടാനെങ്കിൽ we have paid extra to the extent of 56,000 as goodwill in case 3. Case 4 is capital and P&L on acquisition date is 60,000 plus 35,000 ആണ്. So 60,000 plus 30, sorry, രണ്ടും കൂടെ ചേർത്ത് ഇവിടെയാണ് 95,000 എഴുതുന്നത്. 95,000 ആണ് ടോട്ടൽ നെറ്റ് വർത്ത്. 95,000ന്റെ 95% എന്ന് പറയുമ്പോൾ we have 90,250 share. 90,250 assets കിട്ടാൻ 75,000 രൂപയെ കൊടുത്തിട്ടുള്ളൂ. So which means it's a capital reserve to the extent of 15,250. And finally, last case, total net worth 40 plus 40, 80 ആണ്. ഫുൾ 100% നമ്മളുടെ തന്നെ ഫുൾ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ തന്നെയാണ്. അപ്പോൾ 80,000 നമ്മൾ കൺസിഡർ ചെയ്യും. സോ 1 lakh രൂപ കൊടുത്തു 80,000 സാധനം കിട്ടാൻ. സോ വിച്ച് മീൻസ് യു ഹാവ് പെയ്ഡ് അഡീഷണൽ 20,000 ഫോർ. സോ ദിസ് ഇസ് ദ എക്സ്റ്റെൻഡഡ് വേർഷൻ. ഈ ഒരു പോർഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഉള്ളതാണ്. ജസ്റ്റ് show it. Yeah, illustration number 1 from 10.2. Same question തന്നെയാണ്. മൈനോറിറ്റി ഇൻട്രസ്റ്റും കമ്പ്യൂട്ട് ചെയ്യണം, ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ ഇതുണ്ട്. അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടേഷൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതേ ഉള്ളൂ. പക്ഷേ ഇത് RTPയിൽ എടുത്ത ക്വസ്റ്റ്യൻ ആണ്. സെയിം മോഡലാണെന്നേ ഉള്ളൂ. കുറച്ച് എമൗണ്ടുകളുടെ വ്യത്യാസമുണ്ട്. ആൻഡ് RTPയിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. Yeah, so I hope it is also clear. So these are some of the important areas which will be separately asked as well. ഇപ്പോൾ ഫുൾ ഫ്ലെജ്ഡ് പ്രോബ്ലം ആയിട്ട് വരണമെന്നില്ല. ഇനി ഈ പോയിന്റ് ഒക്കെ ഫുൾ ഫ്ലെജ്ഡ് പ്രോബ്ലത്തിന്റെ വർക്കിംഗ് നോട്ട്സ് ആയിട്ട് വരാം. സോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ് വി വിൽ ടേക്ക് അപ്പ് ഫുൾ ഫ്ലെജ്ഡ് P&L ആൻഡ് ബാലൻസ് ഷീറ്റ് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ളത്. ആൻഡ് വിത്ത് ദാറ്റ് വി വിൽ വൈൻഡ് അപ്പ് ദിസ് ചാപ്റ്റർ. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു. ഇൻ കേസ് യു ഹാവ് എനി doubts or queries, do let me know. So till we meet again, stay safe and happy.